അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാവരും കുറച്ച് അടുത്തോട്ടിരുന്നോളി. ഏതായാലും 22 കുറച്ച് സമയം പള്ളിയിലൊക്കെ ഇരുന്ന് അങ്ങനെ അങ്ങ് പോവാം ഇൻഷാ അല്ലാഹ്. സുബഹിയോടുകൂടിയൊക്കെ പോകാമല്ലോ. ഖിയാമുൽ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ്. കുറച്ചുകൂടെ ചേർന്ന് നിന്നോളി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സദസ്സിനെ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഈ റമദാനിലെ രാത്രിയിലും പകലിലും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്ത കുറേ നല്ല കാര്യങ്ങളുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളതെല്ലാം ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് കിട്ടണം, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണം, അള്ളാഹു ഇഷ്ടപ്പെട്ട നല്ല അടിമകളുടെ ഗുണങ്ങൾ നേടിയെടുക്കണം എന്നെല്ലാം നമ്മൾ ആഗ്രഹിച്ചു അല്ലേ? ഇല്ല, ആഗ്രഹിച്ചില്ലേ? ആഗ്രഹിച്ചു. സത്യത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ചു അള്ളാഹുവിനോടൊന്ന് അടുക്കണം, അള്ളാഹുവിന് പ്രിയപ്പെട്ട നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അതൊക്കെയാണ് ആഗ്രഹിച്ചത് നമ്മൾ. അള്ളാഹു തആല നമ്മുടെ ആഗ്രഹത്തിലേക്ക് നമ്മളെ എത്തിക്കട്ടെ. ഈ മസ്ജിദിൻ്റെ ഈ നല്ല അന്തരീക്ഷം, നല്ല കാഴ്ചകൾ, ഇതൊക്കെ ബഹുമാനപ്പെട്ട മർഹൂം ഇബ്രാഹിം ഹാജി അവറുകളുടെ ഖബറിൽ അല്ലാഹു തആല വലിയ സന്തോഷമാക്കി മാറ്റട്ടെ. അദ്ദേഹത്തിന് വലിയ സൗഭാഗ്യങ്ങൾ അല്ലാഹു തആല സ്വർഗത്തിൽ തുറന്നു കൊടുക്കട്ടെ. ശരിക്കും അദ്ദേഹം വലിയൊരു സൗഭാഗ്യവാനാണ്, അസൂയാർഹനായ ഒരു ഭാഗ്യവാനാണ്. അദ്ദേഹം നമുക്കൊക്കെ എങ്ങനെയാണ് പൈസ ചിലവാക്കേണ്ടതെന്ന് കാണിച്ചു തന്നിട്ടാണ് പോയത്. ഇന്ന് കോഴിക്കോടിനെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കാനും മാത്രം സാധിക്കുന്ന തരത്തിലുള്ള ഒരു മസ്ജിദ് ഇബ്രാഹിം ഹാജി അവർകൾ പണിത് വച്ചിട്ട് പോയി. സത്യത്തിൽ ഈ മസ്ജിദിൽ ഇരിക്കുമ്പോൾ, മസ്ജിദിൽ ആൾക്കാർ കൂട്ടം കൂട്ടമായി വരുന്നത് കാണുമ്പോൾ, അവർ വന്ന് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നത് കാണുമ്പോൾ, ചെറുപ്പക്കാർ വന്ന് അവരിൽ ഒരാൾ ഇമാമായി നിന്ന് ബാക്കിയുള്ളവർ അതിൻ്റെ പിറകെ നിന്ന് നമസ്കരിക്കുന്നു. മഗ്രിബ് പോലെയുള്ള ജഹരിയായ നിസ്കാരത്തിൽ, ഉറക്കമോതി നിസ്കരിക്കേണ്ട നിസ്കാരത്തിൽ പോലും സാധാരണ രൂപത്തിലുള്ള ചെറുപ്പക്കാർ വന്നിട്ട് ജമാഅത്തായി നമസ്കരിച്ച് പോകുന്ന ആ രംഗങ്ങളൊക്കെ കാണുമ്പോൾ ഓർക്കാറുണ്ട്, ആ ഇബ്രാഹിം ഹാജി എങ്ങാനും ഈ ഒരു രംഗം കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനുണ്ടാകുന്ന കുളിരത്രയായിരിക്കും. അദ്ദേഹം എന്തൊരു ആഗ്രഹമാണോ ഈ മസ്ജിദിലൂടെ കണ്ടത്, അല്ലെങ്കിൽ എന്തൊരു ലക്ഷ്യമാണോ ഈ മസ്ജിദിലൂടെ കണ്ടത്, അതിനേക്കാൾ വലിയ ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു തആല, അത് അദ്ദേഹം എത്ര കണ്ടെന്ന് നമുക്കറിയില്ല, എന്നാലും മനസ്സ് കുളിരുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു തആല ഈ മസ്ജിദിനെ ആക്കി തീർത്തു. ആ വ്യക്തിയുടെ ഒരു നിയ്യത്തും ആഗ്രഹവും ഒക്കെയാണ് ശരിക്കും നമ്മളെല്ലാം കണ്ട് പഠിക്കേണ്ടുന്ന അസൂയാർഹനായ ഒരു ഭാഗ്യവാനാണ് ഇബ്രാഹിം ഹാജി. അല്ലാഹു തആല അദ്ദേഹത്തെ സന്തോഷിപ്പിക്കട്ടെ. വീണ്ടും 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 അദ്ദേഹത്തെ അല്ലാഹു തആല സന്തോഷിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മളിന്ന് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള വിഷയം മുഹാസബത്തുൻ നഫ്സാണ്. ആത്മവിചാരണം, ആത്മവിചിന്തനം. നമ്മെ തന്നെ നമ്മളൊന്ന് പരിശോധിക്കണമെന്നാണ്. നമ്മെ തന്നെ നമ്മളൊന്ന് പരിശോധിക്കണം. എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്? നമുക്കൊക്കെ അറിയാം എങ്ങനെയാണ് നമ്മൾ ആകേണ്ടതെന്ന്, അല്ലേ? നമ്മളെങ്ങനെയാണ് ആകേണ്ടതെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ
പരിശോധനയായി. ഈ പരിശോധന എന്തിനാണ്? അങ്ങോട്ടെത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ പരിശോധന, അല്ലാതെ വെറുതെ ഒരു പരിശോധനയല്ല. മൈമൂൻ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, രണ്ട് കൂട്ടുകച്ചവടക്കാർ, ഷെയറായിട്ട് ബിസിനസ് ചെയ്യുന്ന രണ്ട് പേര്. അതിൽ ഒരാൾ മറ്റേയാളെ എത്രത്തോളം കൃത്യമായി അയാളുടെ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കുമോ, നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം അയാളുടെ ഇടപാടിലൂടെ വരുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുമോ, അതിനേക്കാളേറെ സൂക്ഷ്മ നിരീക്ഷണം നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച് നമുക്കുണ്ടാകണമെന്നാണ്. അത്ര കൃത്യമായ നിരീക്ഷണം നമുക്കുണ്ടാകണം. കാരണം രണ്ടാൾ ഷെയറായിട്ട് കച്ചവടം ചെയ്യുമ്പം അയാളുടെ ഇടപാടുകൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ, അയാളില്ലാത്തതൊക്കെ നമ്മുടെ പേരിൽ എഴുതി വയ്ക്കുന്നുണ്ടോ, അയാൾ എടുക്കുന്നതൊക്കെ എഴുതി വയ്ക്കുന്നില്ല, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താവും? നമ്മുടെ ലക്ഷ്യം തന്നെ പാഴായിപ്പോവും. ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ ഒരു സാമ്പത്തികമായ വളർച്ചയാണെങ്കിൽ ആ വളർച്ച കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുമ്പോട്ട് പോകണം. ഓരോരോ സന്ദർഭങ്ങളിലും വരുന്ന അബദ്ധങ്ങളെ തിരുത്തണം. തിരുത്തി മുമ്പോട്ട് പോകുന്നിടത്താണ് ആ വ്യക്തിയുടെ വിജയം. എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരും പരലോകത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഓരോ മനുഷ്യരും, അള്ളാഹുവിൻ്റെ തൃപ്തിയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഓരോ മനുഷ്യരും അവൻ്റെ ജീവിതത്തെ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം, ദിനേന പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു. നിങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കുക, ആലോചിക്കുക. എന്തൊക്കെയാണ് ചെയ്തത്? വയസ്സെത്രയായി? പലർക്ക് പല വയസ്സല്ല, അതുകൊണ്ട് വയസ്സെത്രയാണെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. 40 ഉണ്ടാവും, 50 ഉണ്ടാവും, 60 ഉണ്ടാവും, 70 ഉണ്ടാവും. എന്തായി 70 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 40 കൊല്ലം കൊണ്ട് എന്തായി എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ എല്ലാം നിർത്തി അള്ളാഹു വിചാരണ ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിലേക്ക് നിങ്ങൾ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് നിങ്ങളുടെ ജീവിതം വായിച്ചു നോക്കണം. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ ഒന്ന് പഠിച്ചു നോക്കണം. ഇല്ല എങ്കിൽ ആ ഹിസാബിൻ്റെ വേളയിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. ദിനേന നമ്മെ സംബന്ധിച്ച് നാമായി തന്നെ പഠനം നടത്തിക്കൊണ്ടിരിക്കണം എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വദ്ദഖിറു, നിങ്ങൾ കരുതൽ മുതലുകൾ തയ്യാറാക്കി വെച്ചോളണം. കരുതൽ മുതലുകൾ. ഒരു യാത്ര പോവുകയാണെങ്കിൽ എന്താ ചെയ്യുക? അല്ലേ, ഉംറ പോവാണ്. ആദ്യത്തെ ഉംറയ്ക്ക് പോകുന്ന ആൾക്കാർ 3-4 ജോഡി ചെരുപ്പൊക്കെയാണ് കൊണ്ടുപോകുന്നത്, ചുമ്മാ അല്ലേ. എന്നിട്ട് അതേപോലെ തന്നെ തിരിച്ചു പോയി ഇങ്ങോട്ട് കൊണ്ടുവരും, അല്ലേ. എന്തിനാണ്? അവിടെ എങ്ങാനും പോയിട്ട് ചെരുപ്പ് പോയാലേ ചെരുപ്പിൽ നടക്കണ്ടല്ലോ. അപ്പം കരുതൽ മുതലുകൾ പരമാവധി ശേഖരിച്ചിട്ട് ആൾക്കാർ യാത്ര ചെയ്യുള്ളൂ. അല്ലാതെ അവിടെ ചെന്നിട്ട് ഏത് യാത്രയായിക്കോട്ടെ, ഏത് തരത്തിലുള്ള യാത്ര ആയിക്കോട്ടെ, ആ യാത്രാ വിഭവങ്ങൾ കൃത്യമായി തയ്യാറാക്കി റെഡിയാക്കി ആ യാത്ര മുമ്പ് ചെയ്തിട്ടുള്ളവരെ വിളിച്ചു ചോദിച്ച് എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്നൊക്കെ അറിഞ്ഞ് അതിനാവശ്യമായതെല്ലാം ശേഖരിച്ച് ഇവിടെ നിന്ന് കെട്ടിപ്പറയ്ക്കാൻ പോവാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്കൊരു യാത്രയുണ്ട്, ആ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ ആവശ്യമായ മുതലൊക്കെ ശേഖരിച്ച് റെഡിയാക്കി വെച്ച് പോയിക്കോ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ സൂക്ഷിക്കണം, അള്ളാഹിൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കണം, മറന്നു പോകരുത്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിങ്ങൾ എടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ കൽപ്പനകളെയാണ്. അഥവാ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളുമാണ്. നിങ്ങൾ ജീവിതത്തിൽ ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളുണ്ട്, നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഈ 2 കാര്യങ്ങളെ നിങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം ഈ ലോകത്ത് ജീവിക്കാൻ. ഇത്തഖുല്ലാഹ് വൽ തൻദുർ നഫ്സുൻ, ഓരോരുത്തരും ആലോചിക്കണം. നമ്മളെല്ലാവരും വൽ തൻദുർ നഫ്സുൻ, അള്ളാഹു പറയുന്നതാണ്, വൽ തൻദുർ നഫ്സുൻ, ഓരോരുത്തരും ആലോചിക്കുക. മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്തുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന്. എന്തുണ്ടാവും? എന്തുണ്ടായിട്ടും കാര്യമില്ല. ഈ അമാലു സാലിഹാത്ത്, സൽക്കർമ്മങ്ങളല്ലാതെ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ബാക്കിയുള്ളതെല്ലാം ഇവിടെ തീർന്നു പോകും, ഒന്നും നിലനിൽക്കുന്നില്ല. അമലു സാലിഹാത്ത് അല്ലാത്ത ബാക്കിയുള്ളതെല്ലാം ഇവിടം കൊണ്ട് അവസാനിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കൂട്ടുകാരുണ്ട്. 3 കൂട്ടുകാർ. ഒരു കൂട്ടുകാരൻ സമ്പത്താണ്, വേറൊരു കൂട്ടുകാരൻ കുടുംബക്കാരാണ്. ഈ 2 പേരും
ഇവിടെ മാത്രം ഉപകാരപ്പെടുന്ന കൂട്ടുകാരാണ്. പക്ഷേ സംഗതി അടിപൊളിയായിരിക്കും ഇത് രണ്ടും ഉണ്ടെങ്കിൽ. ഇഷ്ടം പോലെ ഉണ്ടാകുകയും ചെയ്യും. ഒന്നുണ്ടെങ്കിൽ മറ്റേത് ഇഷ്ടം പോലെ ഉണ്ടാവും. എന്തുണ്ടെങ്കിൽ ഇൻഖല്ല മാലി ഫലാ ഖില്ലുൻ യുസാഹിബുനി ഇൻസാദ മാലി ഫകുല്ലുന്നാസി ഖുല്ലാനി എന്ന് ഇമാം ഷാഫി പറഞ്ഞ പോലെ, പൈസ കയ്യിലുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് വല്ല കുറവുണ്ടോ? ഇഷ്ടം പോലെ കൂട്ടുകാരില്ല. ഇൻഖല്ല മാലി ഫലാ ഖില്ലുൻ യുസാഹിബുനി, കയ്യിലുള്ള പൈസ എൻ്റെ കയ്യിൽ കുറഞ്ഞു തുടങ്ങിയാൽ എനിക്ക് ഒരു കൂട്ടുകാരുമില്ല. ആരും കണ്ടാൽ ചിരിക്കുന്നുമില്ല, വർത്തമാനം പറയുന്നില്ല, ഒരു വർത്തമാനമില്ല, ഒരു പരിചയമില്ല ആർക്കും. ഇൻസാദ മാലി, കാശ് കയ്യിലുണ്ടെങ്കിൽ ഫകുല്ലുന്നാസി ഖുല്ലാനി, നാട്ടുകാർ മുഴുവൻ എൻ്റെ കൂട്ടുകാരാ. നാട്ടുകാർ മുഴുവൻ എൻ്റെ കൂട്ടുകാരാ. എല്ലാവരും ചിരിച്ച് കാണിച്ചു കൊടുക്കും. വളരെ സന്തോഷം. വിശേഷമൊക്കെ ചോദിക്കും. അപ്പം ഈ രണ്ട് കൂട്ടുകാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇങ്ങനെ രണ്ട് കൂട്ടുകാരുണ്ട്. അത് ഇവിടെ മാത്രം ഒന്നൊന്നിനെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഒന്നുണ്ടെങ്കിലേ മറ്റേതുണ്ടാവുള്ളൂ. അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് കൂട്ടുകാരുണ്ട്. അതിവിടം കൊണ്ട് മാത്രം തീരും. മൂന്നാമതൊരു കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരനെ വേണ്ടതുപോലെ പരിഗണിച്ചിട്ടേ ഉണ്ടാകില്ല മനുഷ്യൻ. തീരെ പരിഗണിച്ചിട്ടില്ലാത്തൊരു കൂട്ടുകാരനായിരിക്കും അത്. അതേ കൂട്ടുകാരൻ അമലുസ്സാലിഹാത്താണ് ആ കൂട്ടുകാരൻ. അത് അങ്ങോട്ടും വരും, നമ്മുടെ കൂടെയും വരും. നമ്മുടെ കൂടെ വരുന്ന ഒരു കൂട്ടുകാരനത് മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ട് കൂട്ടുകാരും ഇവിടെ കൊണ്ട് തീർന്നു പോകും. അമലുസ്സാലിഹാത്ത് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ മാത്രമേ നമ്മളോടൊപ്പം ഉണ്ടാവുകയുള്ളൂ പരലോകത്തേക്കുള്ള യാത്രയിൽ. സഹോദരങ്ങൾ, അതുകൊണ്ട് വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളെയെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. എന്താകും നമ്മുടെ നാളെയുടെ അവസ്ഥ എന്ന് ആലോചിക്കണം. ആ ആലോചനയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. പലതും 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 നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ, നമ്മുടെ കുടുംബകാര്യങ്ങളെല്ലാം ചിന്തിക്കാനുണ്ട്. കുടുംബകാര്യത്തിൻ്റെ അവസ്ഥ നമ്മളത് എവിടെയായിരിക്കും നിൽക്കുന്നത്? ഒന്നാമത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും ഇന്ന് എവിടെ നിൽക്കുന്നു? അവരുമായുള്ള ബന്ധം എവിടെ നിൽക്കുന്നു? അവർ നമുക്ക് തന്നതിൻ്റെ എത്ര നമ്മൾ തിരിച്ചു കൊടുത്തു? നമ്മുടെ ഉപ്പ നമുക്ക് തന്നതിൻ്റെ എത്ര അംശം നമ്മൾ തിരിച്ചു കൊടുത്തു? നമ്മളത് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരിക്കലും തീരാത്ത ബന്ധം ഉപ്പയുമായുള്ള ബന്ധം, ഒരിക്കലും അവസാനിക്കാത്ത ബന്ധം ഉമ്മയുമായിട്ടുള്ള ബന്ധം. ഏറ്റവും നമ്മളെ കരുതലോടുകൂടി കൊണ്ടു നടന്നവർ ഉപ്പ. എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആലോചിച്ചത് ലോകത്ത് രണ്ടുപേരേ ഉള്ളൂ. ഉറപ്പിച്ചെനിക്ക് പറയാം, ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഉറപ്പിച്ചു പറയാം, എൻ്റെ ഭാവിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിച്ച രണ്ട് പേരാണ്. അതെൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയാണ്. ഒരു സംശയമില്ല. നമ്മുടെ സന്തോഷങ്ങൾ കണ്ട് സന്തോഷിച്ചവർ, നമ്മുടെ ദുഃഖങ്ങൾ കണ്ട് അസ്വസ്ഥപ്പെട്ടവർ, നമ്മുടെ എല്ലാവിധ വളർച്ചയ്ക്കും വേണ്ടി ഒരുപാട് ആലോചിച്ചവർ, അതിനുവേണ്ടി വിയർപ്പൊഴുക്കി ഓടി നടന്നവർ. എന്തായിരുന്നു അവർ നമുക്ക് തന്ന കരുതൽ? എന്തായിരുന്നു അവർ നമുക്ക് തന്ന സ്നേഹം? എന്തായിരുന്നു അവർ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗം? രാത്രികളിൽ അവർ ഉറക്കൊഴിഞ്ഞില്ലേ? എത്രയോ അവർ ഉറക്കൊഴിഞ്ഞു. ഉമ്മ എത്രയോ ഉറക്കൊഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഈ കോലത്തിലായത്. എല്ലാവർക്കും ഒരു ബാല്യമുണ്ട്. ഒരു ബാല്യമില്ലാത്തൊരു മനുഷ്യനുണ്ടോ? എല്ലാവർക്കും ഒരു ബാല്യമുണ്ട്. ആരാ പറഞ്ഞതുപോലെ, മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ അല്ലാഹു തആല ഒരു ഉപകാരവുമില്ലാത്ത ഒരവയവം കൊത്തിവെച്ചിട്ടുണ്ട്, ഒരു സീല് കുത്തിയതുപോലെ. എന്തിനു വേണ്ടിയിട്ടാണ്? പൊക്കിൾ കൊടി എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യൻ്റെ ശരീരത്തിൽ അല്ലാഹു തആല സീല് വെച്ചതുപോലെ വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? ആ ബന്ധം പലതിനെയും ഓർമ്മിപ്പിക്കാനാണ്. മറ്റേ വേറെ അടയാളങ്ങളൊന്നും, വേറെ പ്രത്യേകിച്ച് ധർമ്മങ്ങളും അതിനെ കൊണ്ടുണ്ടെന്ന് അറിയില്ല. നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം പ്രത്യേക ധർമ്മങ്ങളൊന്നും നിർവഹിക്കുന്നില്ല. പക്ഷേ ആ സാധനം ശരീരത്തിൽ അല്ലാഹു തആല സീലടിച്ചതുപോലെ കുത്തിവെച്ചിരിക്കുകയാണ്. എപ്പോഴും ഓർമ്മിക്കാൻ, നിനക്കൊരു ഉമ്മയുണ്ടെന്ന് ഓർമ്മിക്കാൻ, നിനക്കൊരു ഉപ്പയുണ്ടെന്ന് ഓർമ്മിക്കാൻ. ജീവിച്ചിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. പക്ഷേ നാം അവർക്ക് വേണ്ടി എന്താണ് കൊടുത്തത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു ഉപ്പയുടെ ത്യാഗം എത്ര വലിയ ത്യാഗമാണ്. നമ്മളിപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചിന്തിക്കുന്നത് എത്രത്തോളമാണ്? നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന പണി എത്രത്തോളമാണ്? എത്ര വലിയ ത്യാഗത്തിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത് ഓരോ ദിവസവും. ഇതേപോലെ ഇതിനേക്കാളേറെ, ഇത്രയും സൗകര്യങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനേക്കാളേറെ നമുക്ക് വേണ്ടി ഓടി നടന്നവരാണ് നമ്മുടെ ഉപ്പ എന്നുള്ള കാര്യത്തിൽ, നമ്മുടെ ഉമ്മ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. പക്ഷേ സഹോദരങ്ങളെ, നമ്മളത് ആലോചിച്ച് നോക്കുക. എന്താണ് ആ ഉപ്പയ്ക്ക് വേണ്ടി നമ്മൾ കൊടുത്തത് അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പറഞ്ഞു തന്നു.
റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവേ, എൻ്റെ ഉപ്പയോട് നീ കരുണ ചെയ്യണേ, എൻ്റെ ഉമ്മയോട് നീ കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹു തആല പ്രാർത്ഥനയുടെ വചനങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നു. എന്നിട്ട് കമാ റബ്ബയാനി സഗീറ, അവർ എന്നെ ചെറുപ്പത്തിൽ സ്നേഹം തന്ന് പരിലാളിച്ചതുപോലെ, കമാ എന്നാ പറഞ്ഞത്, ചെയ്തതുപോലെ അവരോട് നീ കരുണ ചെയ്യണേ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തന്നതായിരിക്കണം അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ആ പരിപാലനത്തിലുണ്ടൊരു സ്നേഹം, ആ പരിപാലനത്തിലുണ്ട് ഒരു പരിലാളന. എന്നെ സ്നേഹത്തോടുകൂടി പോറ്റു വളർത്തിയ എൻ്റെ ഉപ്പയോട് നീ കരുണ ചെയ്യണേ, ഉമ്മയോട് നീ കരുണ ചെയ്യണേ എന്ന് പറഞ്ഞ് ദുആ ഇറക്കാൻ അല്ലാഹു തആല പറയുമ്പോൾ, സഹോദരങ്ങളെ, ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും മരണപ്പെട്ട ഉപ്പയെ ഓർക്കാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം കിട്ടും. നമ്മൾ ആലോചിച്ച് നോക്കണം, നന്നായിട്ട് ആലോചിച്ച് നോക്കണം. മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് റബ്ബിന് മാത്രം അറിയാം. അള്ളാഹുവിൻ്റെ അടുക്കലാണ് അവരെത്തിപ്പെട്ട് കഴിഞ്ഞിരിക്കാൻ. നമ്മുടെ ഉമ്മ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിപ്പെട്ട് കഴിഞ്ഞിരിക്കാൻ. ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാവും. ജീവിതത്തിൽ ഒരു പ്രാവശ്യം, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം എൻ്റെ ഉപ്പയെ ഒന്ന് ഓർക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? എന്താണ് നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന സുഹൃതം? പിന്നെ എന്ത് സുഹൃതമാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു ഉപ്പയെ, മരണപ്പെട്ടു പോയ ഒരു ഉപ്പയെ ഓർമ്മിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അവര് ഒരുപാട് നന്മകൾ ഈ ലോകത്ത് ചെയ്തവരായിരിക്കും. നമ്മളെയൊക്കെ ഈ കോലത്തിലാക്കിയെടുക്കാൻ, നന്മയുടെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അവരൊരുപാട് ദുആ ഇരുന്നിട്ടുണ്ടാവും. ആ ദുആയുടെയൊക്കെ ഫലമായിരിക്കും നമ്മൾ. പക്ഷെ തിരിച്ചൊരു പ്രാർത്ഥന പോലും കൊടുക്കാൻ, ഉപ്പയ്ക്ക് വേണ്ടി ഒരു ദിവസം ഒരു പ്രാർത്ഥനയുടെ വചനം ചൊല്ലാൻ പോലും നമുക്ക് കഴിയുന്നില്ല. അത് അല്ലാഹു തആല പറഞ്ഞ് പഠിപ്പിച്ച് തന്ന വാക്ക്. ഇനി പുതിയ വാക്കൊന്നും ഉണ്ടാക്കണ്ട, അല്ലാഹു തആല തന്നെ തന്നു. അത് ആ വചനം അറിയാത്തൊരു മനുഷ്യൻ ഈ കൂട്ടത്തിലുണ്ടാകില്ല. ഞാനിത് ആരെയും കുറ്റം പറയില്ല, ഞാൻ എന്നോട് ആദ്യം സംസാരിക്കുകയാണ്. എന്നോടാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. എനിക്കറിയാം, എൻ്റെ ഉപ്പായെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ഓരോരുത്തരുടെയും മക്കളുടെ വളർച്ച കണ്ട് ഇത്രയേറെ സന്തോഷിച്ച ഒരു മനുഷ്യൻ വേറെ ഇല്ല. എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടായപ്പോൾ മാറി നിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആ മനുഷ്യനാണ്. എനിക്കൊരു വീടുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ ഉപ്പയാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല, 100% ഉറപ്പാണ്. എൻ്റെ ഉപ്പ ഞാൻ സന്തോഷിച്ചതിനേക്കാൾ എത്രയോ സന്തോഷിച്ചു. എൻ്റെ ഭാര്യ സന്തോഷിച്ചതിനേക്കാൾ എത്രയോ സന്തോഷിച്ചു. എൻ്റെ മക്കൾ സന്തോഷിച്ചതിനേക്കാൾ എത്രയോ സന്തോഷിച്ചു എൻ്റെ ഉപ്പ. ആ ഉപ്പയെ നമുക്ക് ഓർക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഇന്നലെ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഉപ്പയ്ക്ക് ഒരു വാച്ച് വാങ്ങിക്കൊടുത്തു, ടിസോട്ടിൻ്റെ വാച്ച് വാങ്ങിക്കൊടുത്തു. ആ ഉപ്പ ചെന്ന് കൂട്ടുകാരോട് പറയുമായിരുന്നു, എൻ്റെ മോൻ വാങ്ങിത്തന്നതാണിത്, എൻ്റെ മോൻ ഇത് വാങ്ങിത്തന്നതാണ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒരു വാച്ച് കെട്ടി നടക്കുന്നതിൻ്റെ ആനന്ദമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ആ മോന്, എൻ്റെ മോന് ഇത്ര വിലയുള്ള ഒരു വാച്ച് വാങ്ങാനുള്ള പാകതയിലേക്ക് അവൻ വളർന്നല്ലോ എന്ന അഭിമാനബോധമാണ് ആ ഉപ്പയ്ക്ക്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഓരോ മക്കളുടെയും വളർച്ചയിൽ ഒരു ഉപ്പ അഭിമാനിക്കുന്നത് പോലെ ഉമ്മയേക്കാൾ, ഞാൻ വിചാരിക്കുന്നു, ഉമ്മയേക്കാൾ അഭിമാനിക്കുന്നത് ഒരു ഉപ്പയാണ്. ആ ഉപ്പയ്ക്ക് വലിയ സന്തോഷം മക്കളുടെ വളർച്ച കാണുമ്പോൾ. നമ്മൾ ആലോചിച്ച് നോക്കിക്കോളി, നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുപ്പകാലങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളി. നമ്മളുടെ ഒരു വിജയത്തിൽ, ഓരോ വളർച്ചയിൽ, നാം ഒരു പരീക്ഷയ്ക്ക്, ഒരു എക്സാമിന് ഉയർന്ന വിജയം വാങ്ങുമ്പോൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് അന്ന് വൈകുന്നേരം ജീവിതത്തിൻ്റെ ഓരോ ഓട്ടങ്ങൾക്ക് ശേഷം ഉപ്പ വീട്ടിലേക്ക് കടന്നു വന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളി. ഉമ്മയുടെ കാര്യം ഞാൻ വിട്ടുപോകല്ല. ഉമ്മയും അതിനേക്കാൾ ഏറെ നമ്മുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് ഏറ്റവും ചിന്തിച്ചത് ഉമ്മയാണെങ്കിൽ, നമ്മുടെ വിദൂരമായ ഭാവിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠയോടുകൂടി ആലോചിച്ച് നമ്മുടെ ഉപ്പയാണ്. നമുക്ക് നിഷേധിക്കാൻ കഴിയില്ലത്. ഒരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. ഞാൻ എന്നോട് ചോദിക്കുന്നത്, നമ്മളോട് ചോദിക്കുന്നത്, സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുവേ, എനിക്ക് ഒരുപാട് സ്നേഹം തന്നവരാണ്, എന്നെ പരിലാളിച്ചവരാണ്, എനിക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞവരാണ്, എനിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയവരാണ്. അല്ലാഹുവേ, ആ രണ്ട് മനുഷ്യരോട് നീ കരുണ ചെയ്യണേ അല്ലാ എന്നൊന്ന് ദുആ ചെയ്യാൻ
ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം സമയം കിട്ടുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, നാം നമ്മുടെ ജീവിതം കൊണ്ട് എന്താ നേടിയത്? നമുക്ക് എന്താണ് കിട്ടിയത്? നാളെ നമ്മുടെ അവസ്ഥ എന്താണ്? നാം മക്കളെ പരിലാളിക്കുന്നു, വളർത്തുന്നു, അവരിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നു, മക്കൾക്ക് വേണ്ടിയിട്ട് നാം വലിയ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാളെ നാമും വരാനിരിക്കുന്നത് ഇത് തന്നെയാണ്. ഖബറിലേക്ക് നാമും വെക്കപ്പെടും. ഈ കണ്ണ് നമ്മുടേതും അടയും, യാത്രയാകും, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്രയാകും. ഈ ഇരിക്കുന്ന ഓരോ മനുഷ്യനും കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി ആസ്വദിക്കും, ഒരു തർക്കവുമില്ല. അവിടേക്ക് നമ്മൾ കൊണ്ടുപോയി ആ മണ്ണിന്റെ ഉള്ളിലേക്ക് വെച്ച് എല്ലാവരും കൂടെ കൂടിയവരും മണ്ണ് വാരിയിട്ട് പിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുറിച്ച് ഓർക്കാൻ നമ്മുടെ മക്കളല്ലാതെ വേറെ ആരും ഉണ്ടാകില്ല. ജീവിച്ചിരുന്നാൽ ഭാര്യ ഉണ്ടാവും, വേറൊരു മനുഷ്യൻ നമ്മളെക്കുറിച്ച് ഓർക്കാനുണ്ടാവില്ല. ബാക്കിയുള്ളവരുടെ ഓർമ്മയും അവരുടെ പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞു. ആ ഒരു ദിവസം വട്ടം കൂടി നിൽക്കുന്ന പ്രാർത്ഥനയോടുകൂടി കഴിഞ്ഞു. അത് ബാക്കി പിന്നെ നമുക്ക് വേണ്ടി ദൈനംദിനം കിട്ടാനുള്ളത് നമ്മുടെ മക്കളുടെ പ്രാർത്ഥന മാത്രമാണ്. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഇത് ആലോചിക്കുന്നില്ലെങ്കിൽ, എൻ്റെ ഉപ്പയെക്കുറിച്ച് എനിക്കൊന്ന് ആലോചിക്കാൻ, അവർക്ക് വേണ്ടി ഒരു ദുആയുടെ ഒരു പ്രാർത്ഥനയുടെ വചനം പറയാൻ നമുക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മുടെ മക്കൾ നമ്മളെ ഓർക്കുക? ഞാനിത് പറയുന്നത് മരിച്ചുപോയവരെ കുറിച്ചാണ്. ജീവിച്ചിരിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ചേർത്ത് പിടിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. അവരോടൊപ്പം ഒന്ന് വർത്താനം പറഞ്ഞിരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. വീടിൻ്റെ കോലായിലൊരു മൂലയിൽ ഒരു മനുഷ്യൻ ആർക്കോ വേണ്ടി ജീവിക്കുന്നുണ്ടാവും. ആ വീട്ടുകാർക്ക് ആവശ്യമില്ലാത്തൊരു ജീവിതം. പലപ്പോഴും ഇന്ന് പ്രായമായ ഉപ്പമാരുടെ അവസ്ഥ ഇതാണ്. ആ വീടിൻ്റെ ഏതോ ഒരു മൂലയിൽ ആർക്കും വേണ്ടാത്ത ഒരു ജീവിതമായി നമ്മുടെ ഉപ്പമാർ മാറിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉമ്മമാർ മാറിയിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ലോകത്ത് നമ്മൾ എന്ത് നേടിയിട്ടെന്താണ്? നമ്മുടെ ജീവിതം കൊണ്ട് അള്ളാഹുവിലേക്കുള്ള നമ്മുടെ യാത്രയിൽ അള്ളാഹുവിൻ്റെ സ്നേഹം പിടിച്ചുപറ്റാൻ, അള്ളാഹിൻ്റെ കാരുണ്യം പിടിച്ചുപറ്റാൻ ഉള്ള നമ്മുടെ ജീവിതയാത്രയിൽ ആദ്യമായി അവഗണിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഉപ്പയാണെങ്കിൽ, ഒന്നാമതായി ഒരു വീട്ടിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന ഉപ്പയാണ് ആദ്യമായി ആ വീട്ടിൽ അവഗണിക്കപ്പെടുന്നതെങ്കിൽ, സഹോദരങ്ങളെ, നാം ഈ ജീവിതയാത്ര കൊണ്ട് എന്താണ് നേടിയത്? നമുക്ക് എന്താണ് കിട്ടുന്നത്? പലപ്പോഴും ഉപ്പയുടെ അവസ്ഥ ഇതാണ്, ഉമ്മയുടെ അവസ്ഥ ഇതാണ്. ചോര നീരാക്കി, ആ മനുഷ്യന്റെ ചോര നീരാക്കിയുള്ള അധ്വാനമാണത്. ആ വീടിന്റെ മൂലയിലാണ് ആ മനുഷ്യനിരിക്കുന്നത്. ആർക്കും വേണ്ട ഇദ്ദേഹത്തിന്റെ ശബ്ദം ഇന്ന് കേൾക്കണ്ട. ഏറ്റവും അരോചകമായ ശബ്ദം ആ മനുഷ്യന്റെ ശബ്ദമാണ്. ആ വീട്ടിൽ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ശബ്ദം ആ മനുഷ്യന്റെ ശബ്ദമാണ്. ഒന്നും മിണ്ടാതിരിക്ക് എന്ന് മറുപടി പരുഷമായി കേൾക്കേണ്ടി വരുന്നത് ഇന്നാ മനുഷ്യനാണ്. ഏറ്റവും കുറച്ച് സംസാരിക്കുന്നത് ഇന്നാ മനുഷ്യനാണ്. ഏറ്റവും ക്രൂരമായ അല്ലെങ്കിൽ കടുത്ത മറുപടി കേൾക്കേണ്ടി വരുന്നത് ഇന്നാ മനുഷ്യനാണ്. എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? അള്ളാഹു തആല കൊടുത്ത ആയുസ് കൊണ്ട് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതോ, അതോ വല്ലയിടത്തും പോയി ആത്മഹത്യ ചെയ്യാത്തതോ, അതോ ആർക്കോ ഭാരമാകാൻ വേണ്ടി നാട് വിട്ട് ഇറങ്ങി വീട് വിട്ട് ഏതോ നാട്ടിൽ ചെന്ന് ജീവിക്കാത്തതോ? എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? നമ്മൾ ആലോചിക്കുന്നില്ല. പക്ഷേ ആ മനുഷ്യൻ ഇന്ന് ആർക്കും വേണ്ടാത്തവനായി മാറി. ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഇന്ന് ഇതാണ്. നമ്മുടെ വീടുകളും ഇന്ന് ഈ തരത്തിൽ ആയിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത ഒരു പാഴ് ജീവിതമായി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ സഹോദരങ്ങളെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ തരത്തിലുള്ള വീടുകൾ ഇക്കൂട്ടത്തിൽ ഇല്ലാന്ന് ഞാൻ വിചാരിക്കുകയാണ്. അള്ളാഹു തആല നമ്മുടെ വീടിനെയൊക്കെ സ്നേഹം കൊണ്ട് ബന്ധിപ്പിക്കുന്ന വീടുകളാക്കി മാറ്റട്ടെ. പരസ്പര കരുണയുടെ, കാരുണ്യത്തിന്റെ ബന്ധങ്ങൾ അള്ളാഹു തആല നമ്മുടെയൊക്കെ വീട്ടിൽ തരട്ടെ. ഊഷ്മളമായ സ്നേഹത്തിന്റെ നല്ല പാഠങ്ങൾ ലോകത്തിന് പകരാൻ നമ്മുടെ വീടുകൾക്കാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സഹോദരങ്ങളെ, ഈ ഉപ്പയെയും ഉമ്മയെയും ജീവിച്ചിരിക്കട്ടെ, മരണപ്പെട്ടു പോകട്ടെ, അവരെ നമ്മൾ ഓർക്കണം, അവരെ നമ്മൾ പരിഗണിക്കണം. ആ മനുഷ്യൻ ഇന്ന് ആണുങ്ങളുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. പലപ്പോഴും ആണുങ്ങളുടെ, പുരുഷന്മാരുടെ അവസ്ഥ അറിയാം. അവർക്ക് പുറത്തേക്ക് ഇറങ്ങണം, വീട്ടിൽ തന്നെ ഇരിക്കാൻ പ്രയാസമാണ്. ആരോഗ്യത്തിൻ്റെ ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങണം. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോക്കറ്റിലൊന്ന് കൈവച്ച് നോക്കും, ഒരു പൈസ കയ്യിലില്ല. എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും? ഒരു വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ അതിനുള്ള കാശ് കയ്യിലില്ല. അഭിമാനത്തോടെ ജീവിച്ച മനുഷ്യനാണ്. ഈ ഉപ്പമാരുടെ ഒരു പ്രശ്നം അതാണ്. അവരഭിമാനത്തോടെ ജീവിച്ച ആൾക്കാരാണ്. ആ അഭിമാനം വിട്ട് സംസാരിക്കല, മക്കളോടൊരു കാര്യം പറയില്ല, മക്കളോടൊരു കാര്യം ചോദിക്കില്ല. എന്നാൽ ഇത് കണ്ടറിഞ്ഞ് കൊടുക്കാനുള്ള മനസ്സ് മക്കൾക്ക് പലപ്പോഴും ഉണ്ടാകുന്നുണ്ടോ? ഇല്ലതാനും. ഇങ്ങനെ ഒരു വലിയ വിടവ് പലപ്പോഴും ഈ ഉപ്പ അനുഭവിക്കുന്നുണ്ട്. പുറത്തേക്കൊന്ന് ഇറങ്ങുമ്പോൾ നമുക്കറിയാം, വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ആവശ്യങ്ങളുണ്ട്, പൈസയുടെ ആവശ്യങ്ങളുണ്ട്. അതിൻ്റെ കാര്യങ്ങളിൽ അവർ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. സത്യത്തിൽ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു തരത്തിൽ
ജീവിതം ആ വീട്ടിൽ മറ്റൊരു തരത്തിൽ കഴിഞ്ഞു പോകുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട്. ഞാൻ ആദ്യമായി നമ്മുടെ ഗൗരവമായ ചിന്തയിലേക്ക് നമ്മുടെ ഉപ്പയെ, നമ്മുടെ ഉമ്മയെ വെക്കുകയാണ്. ഉമ്മയെക്കുറിച്ച് ഞാൻ അത് ഒരുപാട് പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരുപാട് പറയേണ്ട കാര്യമില്ല. ഉമ്മയെക്കുറിച്ച് പറയാൻ ഒരുപാട് പേരുണ്ട്, ഒരുപാട് കേൾക്കുന്നുണ്ട്, വീണ്ടും 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 കേൾക്കുന്നുണ്ട്. ഓരോ ദിവസവും മക്കൾ വന്നിട്ടല്ലാതെ കിടന്നുറങ്ങാത്ത ഉമ്മമാർ നമ്മൾ കണ്ടിട്ടില്ലേ? എത്ര വൈകി വന്നാലും ആ വീടിൻ്റെ പടിക്കൽ സാധാരണ പറയും വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ഉമ്മ. അങ്ങനെ ഒരു പ്രയോഗം ആ ഉമ്മയ്ക്ക് വേണ്ടിയുള്ളതാ. ആ പ്രയോഗം പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ളതാ. ആ ഒരു കാഴ്ച, വഴിക്കണ്ണ് എന്ന് പറഞ്ഞാൽ ആ വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന, മകൻ വരുന്ന ആ വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ഉമ്മയുണ്ട്. 8 മണിയായാലും 9 മണിയായാലും 10 മണിയായാലും 12 മണിയായാലും ആ മോൻ വന്ന് ആ മോനും കൂടെയുള്ള ആഹാരം എടുത്തു കൊടുത്ത് അതിനുശേഷം എന്തെങ്കിലും ബാക്കി വന്നാൽ അത് തിന്നിട്ട് കിടക്കുന്ന ഒരു ഉമ്മയുടെ ആത്മത്യാഗം അല്ലെങ്കിൽ മനസ്സുകൊണ്ടുള്ള കരുതൽ അതെത്ര വലുതായിരുന്നു. അതൊക്കെ നമ്മൾ അനുഭവിച്ചല്ലേ, ഒരു പക്ഷേ നമ്മളിപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ അല്ലേ? അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വലിയ ഭാഗ്യവാന്മാരാണ്. ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്നവർക്ക് വില മനസ്സിലാകുന്നേയില്ല. ഒരു സത്യമാണത്. വേറൊരു സത്യവും കൂടെ ഞാൻ പറയാം. ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു പോയതിനു ശേഷം നിങ്ങൾ എഴുതി വെച്ചോളി, ജീവിച്ചിരിക്കുന്ന ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്നവർ മനസ്സിലാക്കി വെച്ചോളി. ഉമ്മയുടെയും ഉപ്പയുടെയും കാലം കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കും, തീർച്ചയായിട്ടും ആലോചിക്കും, ഞാൻ എൻ്റെ ഉപ്പയെ കുറച്ചുകൂടെ പരിഗണിക്കേണ്ടതായിരുന്നു, വേണ്ട പരിഗണന എൻ്റെ ഉപ്പയ്ക്ക് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഒരു സംശയം വേണ്ട. ഉപ്പയെ ഉപ്പയായി കാണുന്ന ഓരോ മകനും ആലോചിക്കും. ഉമ്മയുടെ കാലം കഴിഞ്ഞ് ഉമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട, ഓരോ മകനും ചിന്തിക്കും, എൻ്റെ ഉമ്മയെ ഞാൻ കുറച്ചുകൂടെ പരിഗണിക്കേണ്ടതായിരുന്നു, എൻ്റെ ജീവിതം എന്ന് ഞാൻ വിചാരിക്കുകയും ആ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഓടുകയും ചെയ്തപ്പോൾ ഈ മോൻ്റെ ഒരു സാന്നിധ്യം ആഗ്രഹിച്ച് ഒരു ഉമ്മ ആ വീട്ടിലുണ്ടായിരുന്നു. ഉമ്മയും മോനും 2 വീടുകളിലാണ് താമസിക്കുന്നതെങ്കിൽ ഞാൻ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ഒരുമിച്ച് താമസിച്ച ആളാണ്. ജ്യേഷ്ഠന്മാരും സഹോദരിമാരും ഒക്കെ വരുമ്പോൾ വന്നു കയറുമ്പോൾ ആ ഉമ്മയുടെ മുഖത്ത് കാണുന്ന സന്തോഷം ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരുപാട്. കാരണം അകലെ താമസിക്കുന്ന മോൻ വല്ലപ്പോഴും ഒന്ന് കയറി വരുമ്പോൾ എന്ത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു ആ ഉമ്മ. പക്ഷേ ഞാൻ പറയുന്നത്, ജീവിത കാലഘട്ടത്തിൽ ഇവർക്ക് നമ്മൾ അതിൻ്റെ ഒരു 10-1 പരിഗണന തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, അത് കൊടുത്തെങ്കിൽ പോലും നമ്മൾ ആലോചിക്കും, എൻ്റെ ഉമ്മയെ ഞാൻ ഒന്നുകൂടെ പരിഗണിക്കേണ്ടിയിരുന്നു. എൻ്റെ കൂടെ ജീവിച്ച കാലഘട്ടത്തിൽ അവർക്ക് കൊടുക്കേണ്ടുന്ന ശ്രദ്ധ ഞാൻ എത്രമേൽ ശ്രദ്ധിച്ചാലും, എത്രമേൽ അവർക്ക് വേണ്ടി നമ്മൾ ഖിദ്മത്തുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നാം ഇത് ആലോചിക്കാതിരിക്കില്ല, ഉറപ്പാണ്. അതുകൊണ്ട് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് വെറുതെ ഒരു ശരീരമായിട്ടാണെങ്കിൽ പോലും ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ അനുഗ്രഹമാണ്. ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ അനുഗ്രഹമാണ്. നമുക്ക് വേണ്ടി ഒരാൾ പറഞ്ഞതുപോലെ ഇന്നലെ വരെ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരാളുണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് അപകടങ്ങളൊന്നും വരുത്തരുതേ എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് ആ പ്രാർത്ഥനയുടെ കരുത്ത് എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ആരോ എഴുതിയതുപോലെ സഹോദരങ്ങളെ, അതൊരു പ്രാർത്ഥനയുടെ കരുത്താണ്. അത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നാം ആ പ്രാർത്ഥനയുടെ കരുത്ത് അനുഭവിച്ചവരാണ്. വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തിരിച്ച് ഇതുപോലെ തന്നെ എൻ്റെ മോൻ മടങ്ങി വരണേ എന്ന് ആഗ്രഹിച്ച് മക്കളെ പറഞ്ഞയക്കുന്ന ആ ഉമ്മയുടെ പ്രാർത്ഥനയുടെ കരുത്തിലാണ് ഞാൻ ഇന്നലെ വരെ ജീവിച്ചിരുന്നത് എന്ന് ആരോ എഴുതിയതുപോലെ സത്യത്തിൽ അതാണ്. വേറൊരാൾ എഴുതി, എനിക്കിനി ഏത് കിണറിൻ്റെയും പടിയിലിരുന്ന് ഉറക്കം തൂങ്ങാം, ഏത് കിണറിൻ്റെ പടിയിലിരുന്നും എനിക്കിനി ഉറക്കം തൂങ്ങാം. കാരണം മോനെ എന്ന് വിളിക്കാൻ ഇനി ആളില്ല. കാരണം ഞാനൊരു വഴിക്ക് പോയാൽ എൻ്റെ പിറകെ 2 കണ്ണുകളുണ്ടായിരുന്നു. ഞാൻ എവിടെയെങ്കിലും അപകടത്തിൽ പെടുന്നുണ്ടെന്നറിഞ്ഞാൽ മോനെ എന്ന് പിറകിൽ നിന്ന് വിളിക്കാൻ എൻ്റെ പിറകെ വരുന്ന 2 കണ്ണുണ്ടായിരുന്നു. ആ കണ്ണ് തീർന്നു. ഇനി എനിക്ക് എവിടെയും പോകാം, ഏത് കിണറിൻ്റെ പടിയിലും ഇരുന്ന് എനിക്ക് ഉറക്കം തൂങ്ങാം. എന്നെ വിളിക്കാൻ, മോനെ എന്ന് വിളിക്കാനുള്ള ആ ശബ്ദം അവസാനിച്ചു. ഇനി എനിക്ക്
പട്ടിണി കിടക്കാം, അത്താഴപ്പട്ടിണി കിടക്കാം. ഇതുവരെ എനിക്ക് അത്താഴപ്പട്ടിണി കിടക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു ദിവസം പട്ടിണി കിടക്കാൻ ആഗ്രഹിച്ചാൽ അതിന് സമ്മതിക്കാതിരുന്ന ഒരു ഉമ്മയുണ്ടായിരുന്നു എനിക്ക് ഇന്നലെ വരെ. ഇന്ന് ഉമ്മ നഷ്ടപ്പെട്ടു, ഉമ്മയില്ലാതായി, എനിക്കിനി അത്താഴപ്പട്ടിണി കിടക്കാം എന്ന് പറയുന്ന വാക്കിൻ്റെ മറുഭാഗമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു ഉമ്മ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ കരുതലാണത്. സഹോദരങ്ങളെ, ഈ തരത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് പിറകോട്ട് പോയാൽ, ഇന്നലകളിലേക്കൊന്ന് പോയാൽ, വളരെ ഊർജമുള്ള, വളരെ വലിയ മഹത്തായ ഒരുപാട് ഓർമ്മകളിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയും. സത്യത്തിൽ സഹോദരങ്ങളെ, അള്ളാഹു തആല പഠിപ്പിച്ചു തന്ന ഈ ഒരു വാക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം പറയാൻ നമ്മൾ ശീലിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോടുള്ള മനുഷ്യൻ്റെ ബന്ധത്തെക്കുറിച്ച് പറയാൻ, അള്ളാഹുവിനോടുള്ള മനുഷ്യൻ്റെ ബാധ്യതയെക്കുറിച്ച് പറയാൻ, അതിനെ ഏറ്റവും ഗൗരവത്തിൽ പറയുന്നിടത്തെല്ലാം ചേർത്ത് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിന്റെ ഉപ്പയും ഉമ്മയും എന്നാണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു തആല നിന്നോട് കൽപ്പിക്കുകയാണ്, നമ്മളോടെല്ലാം കൽപ്പിക്കുകയാണ്, അല്ലാഹുവല്ലാതെ ആരാധിക്കരുത്, ആരാധനയിൽ അള്ളാഹു മാത്രം. എന്നാൽ നിന്റെ ഉപ്പയും ഉമ്മയും അവരോടുള്ള കരുതൽ നീ മറക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന. ഇഹ്സാന്റെ അർത്ഥം തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന അങ്ങനെയാണ്. ഉപ്പയായോ ഉമ്മയായോ പിന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കണ്ട, അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നതിൻ്റെ പേരാണ് ഇഹ്സാൻ. ഉപകാരം അങ്ങോട്ട് അളവില്ലാതെ ഉപകാരം അങ്ങോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നതിൻ്റെ പേരാണ് ഇഹ്സാൻ എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ആ തരത്തിൽ സഹോദരങ്ങളെ, ആദ്യം നമ്മൾ ആലോചിച്ച് തുടങ്ങേണ്ടത് നമ്മുടെ ഉപ്പയെയും ഉമ്മയുമാണ്. ഇങ്ങനെ ആലോചിച്ച് പോയാൽ ഒരുപാട് സമയമെടുക്കും നമുക്ക്, അല്ലേ? തന്നെ 3/4 മണിക്കൂറായി, ഒരു 11 മണിക്ക് തീരുകയും വേണം, അല്ലേ? അത് അല്ലാതെ ആലോചിക്കണ്ട, അതാ നല്ലത്. വേണ്ടെന്ന് പറയുന്നത് സൗകര്യം പോലെ ചെയ്യല്ലേ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കട്ടെ. നമ്മളോടൊപ്പമുള്ള ജീവിക്കുന്ന ആൾക്കാരുടെ വില അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കി തരട്ടെ. അവരോടുള്ള ബാധ്യതകൾ മനസ്സിലാക്കാനും അത് ഉണർന്ന് പ്രവർത്തിക്കാനുമുള്ള നല്ല മനസ്സും തിരിച്ചറിവും ബോധമൊക്കെ നമുക്ക് തരട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും നമ്മൾ പരിഗണിക്കണം. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പരിഗണന കൊടുക്കുന്നിടത്ത് മാത്രമേ അള്ളാഹിൻ്റെ കാരുണ്യം നമ്മളോടൊപ്പം ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം. അതാലോചിക്കാതെ നിർവാഹമില്ല. ഇന്നത്തെ അവസ്ഥയിൽ മക്കളുടെ കാര്യം ആലോചിക്കാതെ നിർവാഹമില്ല. എന്താണ് വീടുകളുടെ അവസ്ഥ? ഒരു മകനും ഉപ്പയും മുഖാമുഖം ഇരുന്നിട്ട് എത്ര നാളായി? ആലോചിച്ച് നോക്കി. നമ്മൾ മോനും ഉപ്പയും മകനും തമ്മിലൊന്ന് വർത്തമാനം പറഞ്ഞിട്ട് എത്ര നാളായി നമ്മുടെ വീടുകളിൽ? ഒരു ടേബിളിലിരുന്ന് ഒരുമിച്ച് ആഹാരം കഴിക്കാൻ ഇന്ന് കഴിയുന്നുണ്ടോ? ഉണ്ടോ പറയും നിങ്ങൾ. ഉമ്മ ഒരു സമയത്ത് കഴിക്കുന്നു, ഉപ്പ വേറൊരു സമയത്ത് കഴിക്കുന്നു, മക്കൾ ഏതെങ്കിലും ഒരു സമയത്തൊന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നു. ഇനി ഉമ്മയും മകനും ഉപ്പയും മകനും ഒരു ടേബിളിൽ മുഖാമുഖം ഇരുന്നാൽ പോലും ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നു. ആ മൊബൈൽ കൊണ്ടുവയ്ക്കുന്നു, അതിൽ തോണ്ടിക്കൊണ്ട് ഇയാൾ തിന്നുന്നു, മറ്റേയാൾ അതിൽ കൊണ്ടിട്ട് തിന്നുന്നു, എഴുന്നേറ്റ് പോകുന്നു. രണ്ടാളും കടുത്ത വാശിയിലാണ്. ആണോ? അല്ല, വീടിൻ്റെ അവസ്ഥ ഇന്നിങ്ങനെയാണോ? ഇങ്ങനെ മതിയോ? സഹോദരങ്ങളെ, ഈ മക്കൾക്ക് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? നേരെ തിരിച്ച് നമ്മൾ ചിന്തിക്കട്ടെ, ഈ മക്കൾക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? എന്ത് സന്ദേശം നമ്മൾ കൊടുക്കുന്നത്? ഈ അടുത്ത് ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, മക്കൾക്ക് വേണ്ടി എല്ലാം വാങ്ങി 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 കൊടുത്ത ഒരു ഉപ്പയുടെ കഥ പറഞ്ഞു. മക്കൾക്ക് സമ്പത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുക്കാത്ത ഉപ്പ ഒന്നും പഠിപ്പിച്ചിട്ടില്ല മക്കളെ. ഞാൻ അങ്ങനെ പറയുന്നത്. മാപ്പാക്കണം. ആർക്കെങ്കിലും വിരോധം തോന്നുകയാണെങ്കിൽ മാപ്പാക്കണം. മക്കൾക്ക് പൈസയുടെ വില മനസ്സിലാക്കി കൊടുക്കാത്ത ഉപ്പ മക്കൾക്കൊരു അദബും പഠിപ്പിച്ചിട്ടില്ല. എന്നെങ്കിലും ഒരിക്കൽ മക്കളോട് പറയേണ്ടി വരും, നോ എന്ന് പറയേണ്ടി വരുമല്ലേ? ചോദിക്കുന്നെല്ലാം വാങ്ങിക്കൊടുത്തു. അടുത്ത ദിവസം അടുത്ത പറഞ്ഞു. അവസാനിക്കുമോ? അവസാനിക്കല. അവസാനം ഒരു ദിവസം എന്ത് പറയേണ്ടി വരും? നോ പറയേണ്ടി വരും. അന്നോ മോന് നല്ല മീശയൊക്കെ വെളുക്കെടുത്ത സമയമായിരിക്കും. എന്തു ചെയ്യും? അതുപോലെ 2 എണ്ണം തിരിച്ച് പറയും. അതോടെ കഴിഞ്ഞു. ഇന്നലെ വരെ എല്ലാം കൊടുത്ത് ഒന്നും ചോദിക്കാതെ വാങ്ങി കൊടുത്ത് സ്നേഹത്തോടുകൂടി വളർത്തിയ മോൻ ഒരൊറ്റ ദിവസം കൊണ്ട് നേരെ തിരിയും. ശരിയാണോ? അല്ലേ? അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. മക്കൾക്ക് സമ്പത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുക്കാത്ത ഓരോ ഉപ്പയും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഒരു തുക നമ്മൾ കൊടുക്കുമ്പോൾ എന്തിനാണ് എന്ന് ചോദിക്കാതെ കൊടുക്കാൻ നമ്മൾ ശീലിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് അദബിൻ്റെ അക്ഷരം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ തീർത്തു പറയാണ്, മക്കൾക്ക് അദബിൻ്റെ അക്ഷരം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഇതെന്താ സ്നേഹമെന്ന് വിചാരിച്ചിരിക്കണം? നമ്മൾ തോന്നുന്നതെല്ലാം വാങ്ങി വാങ്ങി കൊടുക്കല സ്നേഹമെന്ന് വിചാരിക്കുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ തൻ്റെ മോന് കൊടുത്ത സമ്മാനങ്ങളിൽ ഏറ്റവും മഹത്തായ സമ്മാനം അൽ അദബുൽ ഹസൻ, ജീവിതത്തിൻ്റെ നല്ല മര്യാദയുടെ പാഠങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? പറഞ്ഞു തന്നില്ലേ? സാധനങ്ങൾ തോന്നുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുക. ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കാൻ കൊടുത്തുവിടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ സാധനം പുറത്തിറക്കി മരത്തിൽ നിന്ന് കുലിക്കാൻ കിട്ടുന്ന സാധനമാണത്. ഇത് കിട്ടാൻ അധ്വാനം ഉണ്ടോ ഇല്ലേ? ഇതിൻ്റെ പിന്നിലൊരു അധ്വാനമുണ്ട്. എൻ്റെ വിയർപ്പാണ് ഈ പൈസ എന്ന് സ്വന്തം മോനെ മനസ്സിലാക്കി കൊടുക്കാതെ ആവശ്യം വാങ്ങിക്കൊടുക്കുന്ന എല്ലാ ഉപ്പമാരും അതിൻ്റെ ഭവിഷ്യത്ത് സമീപ ഭാവിയിൽ അനുഭവിക്കും, അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ നേരിട്ട് അനുഭവിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ നോക്കിക്കോളി, അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താണ് അദബ് എന്ന് പറഞ്ഞു? എന്താണ് അദബ് എന്ന് പറഞ്ഞാൽ? മഹത്തുക്കൾ പറഞ്ഞില്ലേ, 7 മാസം നീ അവൻ്റെ കൂടെ കളിക്ക്, 7 മാസം നീ അവൻ്റെ കൂടെ സൗഹൃദം പങ്കിട്ട് ജീവിക്ക്, എന്നിട്ട് പിന്നെ നീ അവൻ്റെ വഴിക്ക് വിട്ടോളൂ. അവൻ അദബോടെ മര്യാദയിൽ, മാസം ഞാൻ പറഞ്ഞ വർഷം, 7 വർഷം, എന്നാൽ പിന്നെ നല്ല അദബോടുകൂടി മാന്യമായി ജീവിക്കാൻ അവൻ പഠിക്കും. ആദ്യം നമ്മുടെ അത് ഉണ്ടാകണം കേട്ടോ. ഫാഖിദു ഷൈഇ ലാ യുഅതീഹി. കയ്യിൽ ഇല്ലാത്തവനെ ഒന്നും കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിൽ അതുണ്ടാകണം. മക്കളോടൊപ്പം സ്നേഹത്തോടെ ഒരു 25 വയസ്സുള്ള അല്ലെങ്കിൽ 20 വയസ്സുള്ള മകൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവനോട് സ്നേഹത്തോടെ വർത്താനം പറയാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഞാൻ ഓരോരുത്തർ ആലോചിച്ച് നോക്കിക്കോളെ, സ്നേഹത്തോടെ അവനോട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു 4 വയസ്സ്, 5 വയസ്സ്, ഒരു 6 വയസ്സ്, ഒരു 10 വയസ്സ് വരെയൊക്കെ സാധിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് അവൻ വളർന്നു തുടങ്ങുമ്പോൾ ഇവർ തമ്മിൽ ശരിയാണ്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഞാൻ ചുമ്മാ പ്രസംഗിക്കുക മാത്രമല്ല, നമ്മൾ ആത്മവിചാരണയാണ്. എന്നെ നിങ്ങളും വിചാരണ ചെയ്യണം, എന്നാലേ ഇത് സംഗതി നടക്കത്തുള്ളൂ. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ? ഒരു 20 വയസ്സായ മോനുമായി സന്തോഷത്തോടുകൂടി മനസ്സ് തുറന്ന് സംസാരിക്കാൻ, ഇടപാട് നടത്താൻ ഇന്ന് ഉപ്പയ്ക്ക് കഴിയുന്നില്ല, ഉമ്മയ്ക്ക് കഴിയുന്നില്ല. കാരണം എന്താണ്? ചോദിച്ച പോലെ കൊടുത്തുപോയി. കൊടുത്തിടന്ന് അവൻ പലതും വാങ്ങി ഉപയോഗിച്ചു തുടങ്ങി. അവസാനം പെട്ടെന്ന് നിയന്ത്രണം വന്നു. ആ നിയന്ത്രണം അവന് സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പം രണ്ടാളും 2 ധ്രുവങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുക, ഉപ്പയും ഉമ്മയും. ഇതൊരുപാട് വീടിൻ്റെ അനുഭവങ്ങളാണ്. സഹോദരങ്ങളെ, മക്കളുമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇടപെടാൻ നമുക്ക് കഴിയണം. ഒരുമിച്ച് അവരുമായിരുന്നു വർത്തമാനം പറയാൻ ഏറ്റവും കുറഞ്ഞ അത് മതി. ഇന്നത്തെ ഈ മൊബൈൽ സാധനം വന്നതോടുകൂടി സംസാരിക്കാൻ നേരമില്ല. മുമ്പാരെ പറഞ്ഞ പോലെ ലോകത്തുള്ള എല്ലാവരുമായിട്ട് സംസാരിക്കാൻ നേരമുണ്ട്, തൊട്ടടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കാൻ നേരമില്ല. അതാണ് ഈ സാധനം. എല്ലാ ബഈദിനെയും അടുപ്പിച്ചു, ദൂരത്തുള്ളതിനെല്ലാം അടുത്ത് കൊണ്ടുവന്നു. അടുത്തുള്ളതിനെല്ലാമോ അങ്ങ് ദൂരത്തേക്കും കൊണ്ടുപോയി, എവിടെയോ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഈ സാധനം വന്നുകൊണ്ട് ഇതിൽ തോണ്ടിയിരിക്കൽ മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളെ, അടുത്തിരിക്കാൻ കഴിയണം, സംസാരിക്കാൻ കഴിയണം, അവരുമായി സംസാരിക്കാൻ കഴിയണം. ഇന്ന് നിങ്ങൾ ഉപ്പയും ഉമ്മയും കൂടെ ഒരു യാത്ര പോകണല്ലോ, ഒരു കുടുംബ ടൂറ് പോവുകയാണെങ്കിൽ ആരില്ല, ഒരു 20 വയസ്സിൻ്റെ മേലേക്കുള്ള കുട്ടികൾ ഉണ്ടോ? എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ പറയുന്നു കേട്ടോ. ഒരു 20 വയസ്സിൻ്റെ മേലേക്കുള്ള കുട്ടികൾ ആ ടീമിൽ കാണില്ല. അവരന്നേരം ഉണ്ടാവും വേറെ കൊടൈക്കനാലിലേക്ക് പോയിരിക്കുന്നു. ഇപ്പയും ഉമ്മയും വീട്ടിലുള്ള ബാക്കിയുള്ളവരും കൂടെ ഒരു കൊടൈക്കനാലിലും മറ്റൊരു വേറെ കൊടൈക്കനാലിൽ അവരവരുടെ ടീമായിട്ട് പോയിട്ടുണ്ട്. ഇത് എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു സംഗതി ഞാൻ പറയാം. ഈ ഒരു പ്രായത്തിലുള്ള ആൾക്കാർക്ക് നമ്മളോടൊപ്പം ഇന്നൊരു യാത്രയ്ക്ക് താല്പര്യമില്ല. ഈ പഴയ ജനറേഷൻ്റെ കൂട്ടത്തിലൊക്കെ യാത്രയുണ്ട്. ടൂറെന്ന് പറഞ്ഞാൽ എന്തുവാ? അല്ലേ? ശരിയല്ലേ? അല്ല, അവരെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? ടൂറെന്ന് പറഞ്ഞാൽ എന്തുവാ? ദിക്റും ചൊല്ലിപ്പോള്ള ഈ വയസ്സന്മാരെല്ലാം അവിടെ കൂട്ടിയിരുത്തിയിട്ട് എല്ലാത്തിനെയും കൂട്ടി ടൂറും പോയി. അവസാനം ആവണ്ട, അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, പോകുന്നിടത്തെല്ലാം നിസ്കാരം, അപ്പുറത്തൊന്ന് നോമ്പ്. ഇത് ഇങ്ങനെ ഒരു ടൂറുണ്ടോ?
പുതിയ തലമുറയുടെ സങ്കല്പത്തിനൊത്ത് യാത്ര ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ ആ തലമുറയെ നമ്മളുടെ ജീവിത ശൈലിയിലേക്ക്, നമ്മുടെ ജീവിത മര്യാദയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ പരാജയപ്പെട്ടിടത്ത് അവർ പിടിവിട്ടു പോയിരിക്കുകയാണ്. ഒരു ആത്മ പരിശോധന എന്ന രീതിയിൽ ഞാൻ പറയാണ്, സഹോദരങ്ങളെ, മക്കളോടൊപ്പം ചേർന്നിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവരോടൊപ്പം സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? അവരോട് അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കാൻ കഴിയുന്നുണ്ടോ? അവരുടെ കൂട്ടുകാരാരാണെന്ന് നമുക്കറിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണല്ലോ, അവരുടെ കൂട്ടുകാരാരാണെന്ന് നമുക്കറിയും. അവരുടെ സൗഹൃദങ്ങൾ അവരെ ഏതെല്ലാം കോലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയും. ഒരു ഭാഗത്ത് വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ കൂട് തുറന്നു വിട്ടിരിക്കാം. സർവതന്ത്ര സ്വതന്ത്രരായി നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പറന്ന് നടക്കുക. ശരിയല്ലേ? കോഴിക്കോട് സരോവരം പാർക്കുണ്ട്. സരോവരം പാർക്ക് ഈ സമൂഹത്തിൻ്റെ നഖചിത്രമാണ്, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് തിരിച്ചു പിടിച്ചിരിക്കുന്ന കണ്ണാടിയാണത്. ആണോ അല്ലേ? ആ പാർക്കിൽ പോകാത്തവരാരും കൊടുത്തി കാണുമല്ലോ. ഈ സമൂഹത്തിൻ്റെ നേരെ തിരിച്ചു വച്ചിരിക്കുന്ന കണ്ണാടിയാണത്. ഈ സമൂഹം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നറിയണമെങ്കിൽ അവിടെ പോയാൽ മതി. ഈ അടുത്ത ആരോ ഒരാൾ എഴുതിയിരുന്നു, കൊടക്കച്ചവടം കാര്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് അവിടെ കൊടയെ. അപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ ഈ അടുത്തായിട്ട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ കൊടക്കച്ചവടവും ഇല്ല, ഇപ്പോൾ കൊടയുടെ ആവശ്യമില്ലാതായി. എങ്ങനെയുണ്ട് ഞാൻ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയത്തില്ല. കൊട എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ എന്തോ? ഏകദേശം പലർക്കും നന്നായി ചിരിക്കുന്നുണ്ട്. നന്നായി ചിരിക്കുന്നവർക്കല്ല സംഗതി ക്ലിയറായിട്ട് മനസ്സിലായി. ഞാൻ പറഞ്ഞത് ഈ നാടിൻ്റെ നേരെ തിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണത്. അവിടെ ചെന്ന് നോക്കിയാൽ നമ്മൾ വിചാരിക്കുന്ന എന്താണെന്നറിയോ? നമ്മുടെ വീടല്ലേ, നമ്മുടെ വീട്ടിൽ ഞാനിങ്ങനെ മീശ വിരിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുക. പിള്ളേർക്ക് അതിൻ്റെ അപ്പുറത്തോ അതിൻ്റെ അപ്പുറത്തിൻ്റെ അപ്പുറത്തോ അറിയാം. അത് പുതിയ തലമുറ, നമ്മൾ ഏതോ പഴയ ഓൾഡ് ജനറേഷൻ. ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മളെ എങ്ങനെ പറ്റിക്കണം എന്നുള്ള കാര്യമൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു കണ്ണ് നമ്മുടെ മക്കളോടൊപ്പം ഇല്ല എങ്കിൽ, മക്കളുമായിട്ടൊന്ന് അടുത്തിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, മക്കളുമായി സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, മക്കളുടെ പ്രശ്നങ്ങൾ അറിയാൻ കഴിയുന്നില്ലെങ്കിൽ, മക്കളുടെ ആവശ്യങ്ങൾ അറിയാൻ കഴിയുന്നെങ്കിൽ, ന്യായമാണെങ്കിൽ ഇത് പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ആ തരത്തിലൊരു ബന്ധം മക്കളുമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ, സഹോദരങ്ങളെ, വലിയ നഷ്ടത്തിലേക്ക് നമ്മൾ പോകും. വലിയ നഷ്ടത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആവശ്യമറിയാതെ കൊടുക്കുന്ന പൈസ വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ സാമ്പത്തിക കാര്യത്തിലേക്ക് പോയാൽ പലർക്കും ഇഷ്ടപ്പെടില്ല, പലരും എഴുന്നേറ്റ് പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തിൽ പറയായിരുന്നത്, പൈസയുടെ വിഷയം എടുത്തപ്പോഴേ മൊബൈൽ എടുത്തു, ഇനി ബാക്കി പറഞ്ഞോളി, നമ്മൾ ഇവിടെ ഉണ്ടാവും. തമാശ പറഞ്ഞു കേട്ടോ. സഹോദരങ്ങൾ, അല്ലാഹു തആല പറഞ്ഞൊരു നിയമങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. സാമ്പത്തിക മേഖലയിൽ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു? ഒരു വിചാരണ, ആത്മവിചാരണ നമ്മളെക്കുറിച്ച്. നമ്മൾ കുടുംബത്തെക്കുറിച്ചൊരു ആത്മവിചാരണ നടത്തി, ഉപ്പയെക്കുറിച്ചൊരു ആത്മവിചാരണ നടത്തി, ഉമ്മയെക്കുറിച്ചൊരു ആത്മവിചാരണ നടത്തി, മക്കളെക്കുറിച്ച് നടത്തി. പൈസയുടെ സാമ്പത്തിക കാര്യമാണല്ലോ അടുത്ത പ്രധാനപ്പെട്ടത്. അൽ ഹലാലു മാ ഹല്ല ഫീ ഐദീന, നമ്മുടെ കയ്യിൽ കിട്ടിയതെല്ലാം ഹലാല. അങ്ങനെയാണ് പുതിയ തത്വം. ഹലാലോ ഹറാമോ എന്നുള്ള ഒറ്റ ചോദ്യം മറുപടി ഒന്നേ ഉള്ളൂ. എന്താ? നമ്മുടെ കയ്യിൽ കിട്ടിയോ അതെല്ലാം എന്തായി? ഹലാലായി. അൽ ഹലാലു മാ ഹല്ല ഫീ ഐദീന, മാ ഹല്ല ഫീ ഐദീന നമ്മുടെ കയ്യിലേക്ക് വന്ന് കിട്ടി. ഇതെല്ലാം ഇനി നമുക്ക് എന്താണ്? ഹലാലാണ്. റാഹത്തായില്ലേ? ഇനി വല്ലതും ആലോചിക്കാനുണ്ടോ? അങ്ങനെയാണോ സത്യത്തിൽ? സാമ്പത്തിക കാര്യത്തിൽ എത്ര കർശനമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലു ലഹ്മിൻ നബത മിനസ് സുഹ്തി ഫന്നാറു ഔലാ ബിഹി. ഹറാം കഴിച്ചിട്ട് ശരീരത്തിൽ ഒരൽപ്പം മാംസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്ക് പോവുകയില്ല. സ്വർഗം പരിശുദ്ധമാണ്, സ്വർഗം പരിശുദ്ധമാണ്, സ്വർഗം എത്രയോ ഹദീസുകൾ, എത്രയോ ആയത്തുകൾ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്വർഗം പരിശുദ്ധമാണ്, പരിശുദ്ധമാണ്, പരിശുദ്ധമാണ്. അതിലേക്ക് പോവുക പരിശുദ്ധമായത് മാത്രമാണ്. കെട്ടതൊന്നും അങ്ങോട്ട് കയറുകയില്ല, ഒരു വിചാരവും വേണ്ട. അങ്ങനത്തെ കെട്ടതൊന്നും ആ സ്ഥലത്തോട്ട് അടുപ്പിക്കുകയില്ല. സ്വർഗം പരിശുദ്ധമാണ്, പവിത്രമാണ്. കുല്ലു ലഹ്മിൻ നബത മിനസ് സുഹ്തി ഫന്നാറു ഔലാ ബിഹി. വീഡിയോ പിടിക്കുന്നവർ ദയവ് ഇത് ഒഴിവാക്കുന്നത് നല്ലതാണ്. വീഡിയോ ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പം കുല്ലു ലഹ്മിൻ നബത മിനസ് സുഹ്തി ഫന്നാറു ഔലാ ബിഹി. പരിശുദ്ധമായത് മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. സാമ്പത്തികമായ കാര്യത്തിൽ
ഈ സാമ്പത്തിക കാര്യത്തിലുള്ള ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളോട് ചോദിക്കും, അയാൾ പറയുന്നത് പറ്റില്ല എന്ന്, അടുത്ത ആളോട് ചോദിക്കും, അയാളും പറയും പറ്റില്ല എന്ന്, അടുത്ത ആൾ അയാളും പറയും പറ്റില്ല എന്ന്, ഏതെങ്കിലുമൊക്കെ ഉസ്താദ്മാരോട് ചോദിക്കും, പിന്നെ ഇയാൾക്ക് ആന്ന് മറുപടി കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, കുഴപ്പമില്ല എന്നൊരു അഭിപ്രായം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അതോടുകൂടി മൂപ്പര് ചോദ്യം നിർത്തി. പിന്നെ ഒരു കാരണവശാലും ചോദിക്കലെന്ന് മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും ചർച്ച എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ വഴിക്ക് പോകില്ല. ശരിയാണോ അല്ലേ? അങ്ങനെയാണോ? ഓരോരുത്തർ ചിരിക്കുന്നതൊക്കെ എത്ര കറക്റ്റായിട്ടാണ് ചിരിക്കുന്നത്. ഓരോ മറുപടികൾ, ഓരോ വജ്ഹുകളും മുഖങ്ങളും അതിന് കൃത്യമായ മറുപടി തരുന്നുണ്ട്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, സാമ്പത്തിക കാര്യങ്ങളിൽ തമാശകളില്ല, വളരെ ഗൗരവമാണ്, വളരെ ശ്രദ്ധ. ഇന്ന് പലിശയുടെ കാര്യത്തിൽ യാതൊരു ഗൗരവവും ആരുടെയും മനസ്സിലില്ല. എങ്ങനെയും ജീവിക്കുക എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി സംഭവിച്ചു പോയത് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ആരോ പറഞ്ഞതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ ചിലവൊന്നുമില്ല. ഞാൻ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് നാട്ടുകാരെ അറിയിക്കണമെങ്കിൽ ഭയങ്കര ചിലവാണ്. ശരിയാണോ? സന്തോഷത്തോടെ ജീവിക്കാൻ വലിയ പൈസയുടെ ആവശ്യമുണ്ടോ? വലിയ പൈസ ഒന്നും വേണ്ട. പക്ഷെ ഞാൻ നല്ല സന്തുഷ്ടനാ, അടിപൊളിയായിട്ട് ജീവിക്കുകയാണ് എന്ന് നാട്ടുകാരെ അറിയിക്കണമെങ്കിൽ ചില്ലറ തുക പോരാ, നല്ല പൈസ വേണ്ടി വരും. ഇപ്പം ഇവിടെ ശരിക്കും ഇയാൾ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത്? ആണോ? ഇയാൾ വലിയ ടെൻഷനില്ല. കാരണം എന്താ? നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി അവിടെ നിന്ന് കടം, ഇവിടെ നിന്ന് കടം, മറ്റേടത്ത് ലോൺ, എല്ലാം സകല ലോണും എടുത്തിട്ട് മൂപ്പരുടെ സന്തോഷം മുഴുവൻ പോയി. മൂപ്പരെ കണ്ട നാട്ടുകാർക്ക് തോന്നും ആൾ തിരക്കേടില്ല, നല്ല പത്രാസിലാണ് ജീവിക്കുന്നതെന്ന്. വണ്ടി തരാതരം വാഹനമുണ്ട്, അവിടെ ഫ്ലാറ്റുണ്ട്, ഇപ്പുറത്തുണ്ട്, മറ്റിടത്തുണ്ട്, എല്ലായിടത്തും ഉണ്ട്, സംഗതിയൊക്കെ അടിപൊളിയാണ്. നാട്ടുകാർ കേൾക്കുമ്പോൾ ആൾ ഉഷാറാ, അവനാണ് ഷുജായി. പക്ഷേ ഇവൻ്റെ മനസ്സിനകത്തൊരു സന്തോഷമില്ല. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വീടുണ്ടാക്കി, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വാഹനം വാങ്ങി, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു, കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച് തകർത്ത്. ഈ നാട്ടിൽ നടന്ന ഏറ്റവും വലിയ വിവാഹം ഏതെന്ന് ചോദിച്ചാൽ ആരും തർക്കമില്ലാതെ എൻ്റെ പേര് പറയണം. അതൊരു പെണ്ണിനകത്ത് വിഷയത്രേ ഉള്ളൂ. അങ്ങനെ ചില വിഷയങ്ങളിലെ തർക്കം വരും. കേമമായ കല്യാണം ഏതായിരുന്നു? അയാളുടേതായിരുന്നോ മറ്റയാളുടെ ആയിരുന്നോ? അങ്ങനെ ഒരു തർക്കം നിൽക്കുമ്പോഴാണ് മൂന്നാമൻ്റെ വീട്ടിൽ കല്യാണം വരുന്നത്, മോടെ കല്യാണം. എന്തായി? ഇനി ഈ തർക്കം ഇതോടുകൂടി നാട്ടിൽ അവസാനിക്കണം. അങ്ങനെ അങ്ങോട്ട് 5 ദിവസത്തെ മാമാങ്കം വെച്ചു, തകർത്തു. നാട്ടുകാരെല്ലാം നാട്ടുകാർക്ക് പിന്നെ അങ്ങനെ ഉണ്ടോ? കയറുക, അടിച്ച് പൊളിക്കുക, തിന്നെ പോവുക. എന്താണ് സമൂഹത്തിന് നമ്മൾ കൊടുത്തത്? സമൂഹത്തിന് നമ്മളുടെ ഈ പരിപാടി കൊണ്ട് എന്ത് കിട്ടി? അടുത്ത ദിവസം അടുത്തയാൾ വരും, അതിനേക്കാൾ വമ്പനായിട്ട് നമ്മൾ 2ാം സ്ഥാനത്തേക്കായി. പിന്നെ ഇല്ലാത്ത മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? ആകെ 2 കാണുള്ളൂ. പിന്നെ അയൽവാസിയുടെ മോളെ കല്യാണം കഴിച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? അത് നടക്കില്ലല്ലോ. അതാണ് സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ ഒന്നാമനില്ല, എല്ലാ കാലത്തും ഒന്നാമനില്ല. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീനി വകാന ശൈത്താൻ റബ്ബിഹി കഫൂറ. ഈ ദുർച്ചെലവ് ചെയ്യുന്നവരെല്ലാം ശൈത്താൻ്റെ കൂട്ടുകാരാണ്. അല്ലാഹു തന്നെ പറഞ്ഞ, ദുർച്ചെലവ് ചെയ്യുന്നവരെല്ലാം ശൈത്താൻ്റെ കൂട്ടുകാരാണ്. ഓരോ പൈസയ്ക്കും അള്ളാൻ്റെ അടുത്ത് കണക്ക് കൊടുക്കേണ്ടി വരും. സഹോദരങ്ങളെ, ദുർച്ചെലവ് വലിയ അപകടമാണ്. ദുർച്ചെലവ് വലിയ അപകടമാണ്. ഓരോ പൈസ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യസാലു ഖദബ അബ്ദിൻ ഹത്താ യുസ്അല അൻ 40 അൻ ഉംരിഹി വ അൻ ശബാബിഹി വ അൻ മാലിഹി മിൻ ഐന ഇക്തസബു ഫീമാ അൻഫഖു. പൈസ എവിടെ നിന്ന് ഉണ്ടാക്കിയെന്ന് കണക്ക് കൊടുക്കണം, എങ്ങനെ ചെലവാക്കിയെന്ന് പൈസ കണക്ക് കൊടുക്കണം. ഈ രണ്ടിൻ്റെയും കണക്കില്ലാതെ ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയലെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. ദുർച്ചെലവുകൾ ഈ തരത്തിൽ പല കോലത്തിൽ വരുമാനത്തിന് ചെലവിന് ഒരുപാട് മാർഗങ്ങൾ ഉണ്ടാകുമ്പോൾ വരുമാനത്തിന് അന്യായമായ മാർഗങ്ങളെല്ലാം കണ്ടെത്തുകയും അങ്ങനെ ഞാനൊരു സംഭവമാണ് എന്നുള്ള ഭാവത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ദീനാണ് നഷ്ടപ്പെടുന്നത്. സഹാബാക്കളുടെ അല്ലെങ്കിൽ മുൻഗാമികളായ മഹത്തുക്കളുടെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. രാവിലെ വീട്ടിൽ നിന്നും ഭർത്താവ് പോകുന്ന സമയത്ത് ഭാര്യ പറഞ്ഞുവിടും, മനുഷ്യ, നിങ്ങൾക്ക് ഹലാലൊന്നും കിട്ടിയില്ലെങ്കിൽ വെറും കയ്യോടെ വന്നോളൂ, കുഴപ്പമില്ല, പട്ടിണി കിടക്കാൻ ഞങ്ങൾ തയ്യാറാ, പക്ഷേ നരകം താങ്ങാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ആരാ പറയുന്നത്? ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറഞ്ഞുവിടാണ്. ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളിങ്ങോട്ട് വന്നേക്ക്, വെറും കയ്യോടെ വന്നേക്ക്. ഇന്നത്തെ കാലത്താണെങ്കിലോ എന്തിന് കൊള്ളാം മനുഷ്യങ്ങളെ കൊണ്ടെന്ന് ചോദിക്കും, അല്ലേ? എന്തിന് കൊള്ളാങ്ങളെ കൊണ്ട്? കാശിന് കൊള്ളാത്തൊരു സാധനം.
അത് കേൾക്കേണ്ടി വരുന്നതുകൊണ്ട് ഈ പാവപ്പെട്ടവരെ എവിടെന്നെങ്കിലും ഉണ്ടായിക്കൊണ്ട് വരും. സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ്, വളരെ ഗൗരവമാണ്. ഞങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാണ്, പക്ഷേ നരകത്തെ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഹറാമായ ഒരു പൈസ പോലും നമ്മുടെ കയ്യിലേക്ക് വരരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കയ്യിലുള്ളതെല്ലാം നേരായ വഴിയിലല്ലാതെ ചെലവഴിക്കരുത് എന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന് വലിയ പത്രാസൊന്നുമില്ലെങ്കിലും അന്തസ്സുണ്ടായിരുന്നു, അഭിമാനം ഉണ്ടായിരുന്നു. ഇന്നോ കുറേ ഉണ്ട്, എന്നിട്ടോ അവസാനം ഒരാൾക്കും വേണ്ടാത്ത ഒരു തരം അവസ്ഥയിലേക്ക്. ശരിയാണോ അല്ലേ? ഇതൊക്കെ സൂക്ഷിച്ച് ജീവിച്ച കാലത്ത് അന്തസ്സുണ്ടായിരുന്നു. മേത്തന്മാരെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അന്ന്. മേത്തന്മാർ മേൽത്തരം ആൾക്കാരായിരുന്നു അന്ന്, മേൽത്തരം. ഇന്നോ OBC. ശരിയല്ലേ? എന്താ ഉണ്ടാക്കിയത്? കുറേ ഉണ്ടാക്കി. അന്തസ്സുണ്ടോ? അന്തസ്സില്ല. ആർക്കും വേണ്ടാത്ത ഒരു തരം. നബിസ്വല്ലല്ലാഹു പറഞ്ഞതുപോലെ മലവെള്ളത്തിൽ ഒഴുകി വരുന്ന ചണ്ടികളെ പോലെയായി മാറും അന്ന് നിങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആർക്കും വേണ്ടാത്ത സാധനം. മലവെള്ളത്തിൽ പലതും ഒഴുകി വരും, നല്ല വലിയ മരങ്ങളൊക്കെ ഒഴുകി വരും അല്ലേ? എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് കയറ്റിയിട്ട് 4 കാശുണ്ടാക്കും. അതിൻ്റെ കൂട്ടത്തിൽ ആർക്കും വേണ്ടാത്ത കുറേ സാധനങ്ങൾ ഒഴുകി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരും അന്ന് ഈ സമൂഹം അങ്ങനെയായി മാറും. നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്നും നിങ്ങളോടുള്ള ബഹുമാനം അല്ലാണ്ട് എടുത്തു കളയും. കാശിന് ബലമതിക്കാത്തൊരു സമൂഹമായി നിങ്ങൾ മാറും. എത്ര കറക്റ്റായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മറുചേരിയിൽ നിൽക്കുന്നവർക്കൊരു പേടിയുണ്ട്. അത് അല്ലാഹു തആല എടുത്തങ്ങോട്ട് മാറ്റും. എന്നിട്ട് വലയഖ്ദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹൻ, നിങ്ങളുടെ ഹൃദയം നിറയെ വഹനാകും. അവരുടെ മനസ്സിലുള്ളത് അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വേറൊരു സാധനം അല്ലാഹു തആല തരും, വഹൻ എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, എന്തോ നബിയെ ഈ വഹന്? ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. എങ്ങനെയും ജീവിക്കണം. അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്നതാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് നമ്മൾ കാണുകയാണ്. ഹുബ്ബു ദുനിയ, എങ്ങനെയും ജീവിക്കണം. വ കറാഹിയത്തുൽ മൗത്ത്, മരിക്കാൻ പേടി, ജീവിക്കാനുള്ള ആഗ്രഹം. ജീവിച്ച് കൊതി തീർന്നല്ല, നമ്മൾ സാറിന് എഴുതുന്നുണ്ട്, ജീവിച്ച് കൊതി തീരാതെ അദ്ദേഹം പോയി. ജീവിക്കാൻ അങ്ങനെ കൊതിക്കാനുള്ള സാധനമാണല്ലോ അപ്പോൾ അത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ ഒരു ദുരന്തം, ഈ ഒരു പതിതാവസ്ഥ ഈ സമൂഹത്തിന് വരുന്നത് സമ്പത്ത് ഇല്ലാത്തതിൻ്റെ പേരിലല്ല, പിന്നെ എന്തിൻ്റെ പേരില? ഉണ്ടാകുന്നതിൻ്റെ പേരില. ഉണ്ടാകുന്നതിൻ്റെ പേരിലാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അഥവാ ദീനിൻ്റെ ആ ഒരു ശോഭ നഷ്ടപ്പെട്ടു പോകുമ്പോൾ സമൂഹത്തിനുണ്ടാകാൻ പോകുന്ന അവസ്ഥയാണ്. സഹോദരങ്ങളെ, ഞങ്ങൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാമ്പത്തികമായ അവസ്ഥ അത് നന്നായില്ല എങ്കിൽ നമ്മുടെ റബ്ബിലേക്കുള്ള യാത്ര വലിയ അപകടമാണ്. റബ്ബിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക്, അള്ളാഹുവിൻ്റെ സ്നേഹത്തിലേക്ക്, അള്ളാഹുവിൻ്റെ റിള, അതിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ആ യാത്രയുടെ വഴിയിൽ ഏറ്റവും വലിയ തടസ്സമായി മാറുന്നത് അനാവശ്യമായ ധൂർത്ത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അന്യായമായ വഴിയിലൂടെ ഉണ്ടാക്കുന്ന സമ്പത്ത്. ഇത് രണ്ടും വലിയ അപകടമാണ്. ഇനി അല്ലാഹു തആല ഏറ്റവും ഗൗരവമായി പറഞ്ഞ നമസ്കാരം, നോമ്പ് പോലുള്ള കാര്യങ്ങളിൽ നമ്മുടെ അവസ്ഥ എവിടെ നിൽക്കുന്നു? നമ്മുടെ ആത്മവിചാരണയിൽ നമസ്കാരത്തിൻ്റെ അവസ്ഥ എവിടെ നിൽക്കുന്നു? നന്മകൾ ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹം എവിടെ നിൽക്കുന്നു? നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ തന്നെ നമ്മുടെ അവസ്ഥ എന്താണ്? ശരിക്കും നമ്മൾ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ മനസ്സിൽ അതൊരു വേണ്ടുന്ന കാര്യമാണ്, ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നുള്ള ശരിയായ ബോധത്തോടുകൂടി നമസ്കരിക്കുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ ആ ഒരു ബോധം കറക്റ്റായിട്ട് നമ്മൾ എത്ര പേര് കിട്ടിയിട്ടുണ്ട്? സൗകര്യവും സമയവും ഒക്കെ ഒത്തുവന്ന് റമളാനൊക്കെ ആണെങ്കിൽ ഞാൻ പള്ളിയിൽ ഉണ്ടാകുന്നതാണെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു, അത്ര തന്നെ. അങ്ങനെ ഉള്ളതാണോ? ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം വിട്ടുവീഴ്ചയില്ലാത്തൊരു കാര്യം. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വളരെ വിശദമായ ഒരു ആയത്തിനകത്ത് പറയുന്നത് എന്താണെന്നറിയാവോ? യുദ്ധത്തിൽ എങ്ങനെ നിസ്കരിക്കണമെന്നാണ്. ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശത്രു അപ്പുറത്ത് നിൽക്കുന്നു, അവിടെ നിന്ന് അമ്പ് ഇങ്ങോട്ട് വരുന്നു, വാളിൻ്റെ വെട്ട് വരുന്നു, കുന്തം വരുന്നു. അതാണല്ലോ യുദ്ധം എന്ന് പറഞ്ഞാൽ, അതാണല്ലോ ഒറിജിനൽ സാധനങ്ങൾ, വാളും വേണ്ട. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അസറിൻ്റെ സമയം കഴിയാൻ പോവാണ്.
അസറിൻ്റെ സമയം കഴിയാൻ വേണ്ടി ഇനി നമസ്കാരത്തിന് സമയം കിട്ടാൻ സാധ്യതയില്ല. അല്ലാഹു തആല 2-3 ആയത്തുകളിലായിട്ട് എന്ത് പറഞ്ഞു? വാള് വന്നോട്ടെ, നിങ്ങൾ നിസ്കരിച്ചോളൂ. അതെങ്ങനെ നിസ്കരിക്കണം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. ഒട്ടും ഗൗരവമില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ? എന്നാൽ പിന്നെ നമുക്കൊരു കല്യാണം വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു കുടിയിരിക്കലുണ്ടായാൽ മതി, ഒരു ദിവസത്തെ നിസ്കാരം അത് പിന്നെ ആ വഴിക്ക് പോയി. പിന്നെ അതില്ല. ഇത് കുടിയിരിക്കലിൻ്റെ കാര്യമല്ല പറയുന്നത്, കല്യാണത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെന്താ? യുദ്ധം, പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാതെ ശത്രു അങ്ങോട്ടൊന്ന് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ജാഗ്രത പാലിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തെക്കുറിച്ചല്ല പറയുന്നത്. പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു, വാളുകൊണ്ട് വെട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ എങ്ങനെ നിസ്കരിക്കണം, നിസ്കാരത്തിന് സമയം കഴിയാൻ പോയാൽ നിങ്ങൾ എങ്ങനെ നിസ്കരിക്കണം എന്ന് പറയാൻ അല്ലാഹു തആല ഖുർആനിലൂടെ വളരെ വിശദമായി സംസാരിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തെന്നാ? മനുഷ്യൻ്റെ മനസ്സിന് അള്ളാഹുവുമായി മുറിച്ചാൽ മുറിയാത്ത ഒരു ബന്ധമുണ്ടാകണമെന്ന് അള്ളാഹ് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലേലും. അതാണ് നിസ്കാരം. പറഞ്ഞ മനസ്സിലായെന്തോ? അങ്ങനെ നമ്മുടെ മനസ്സിന് അള്ളാഹുവുമായിട്ട് ഒരു നിലയ്ക്കും മുറിയാത്ത ഒരു ബന്ധമുണ്ടാകണമെന്ന് അള്ളാഹ് തീരുമാനിക്കുകയും അതിനു വേണ്ടി ഒരു നിസ്കാരം നമുക്ക് വേണ്ടി നിശ്ചയിച്ചു തരികയും ചെയ്തു. ആ സാധനത്തിൻ്റെ പേരാണ് നിസ്കാരം. അതൊരു സമയത്ത് ഒഴിവാക്കാൻ പറ്റില്ല. യുദ്ധം നടക്കാനുള്ളത് ഒഴിവാക്കാൻ പറ്റില്ല. ഇനി രോഗിയാണ്, കിടപ്പിലാണ്, നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ. ഇനി ഒതുകൊടുക്കാൻ വെള്ളമില്ല, നിസ്കരിക്കണം വേണ്ടേ? ചില ആൾക്കാർ ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെ നിസ്കരിക്കുക? ഇബലയില്ല, ഒരു ഇബലയില്ല, ഒന്നൊരു ഐഡിയ ഇല്ല, എന്താ നിസ്കരിക്കുക? നിസ്കരിച്ചേ പറ്റുള്ളൂ. ഒതുകൊടുക്കാൻ വെള്ളമില്ല, ഉടുക്കാൻ തുണിയില്ല. കൃത്യമായി പണ്ഡിതന്മാർ എഴുതി വെക്കുന്നുണ്ട്, ഒരാളുടെ കയ്യിൽ ഉടുക്കാനൊരു തുണിയില്ലാത്ത അവസ്ഥ വന്നു എന്നിരിക്കട്ടെ, അയാൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം എന്ന് പറയുന്ന അയാൾ നിസ്കാരം ദുഹറിന് ഒരു ടൈം വെച്ചിട്ടുണ്ട്, ഇത്ര സമയം. അതിൻ്റെ ഉള്ളിൽ ഈ മനുഷ്യൻ അള്ളാഹുവുമായി ഒരു ഹൃദയബന്ധം സ്ഥാപിച്ചേ പറ്റൂ എന്ന് അള്ളാഹിൻ്റെ തീരുമാനമാണ്. അത് പറ്റുള്ളൂ, അങ്ങനെ തന്നെ നിർബന്ധമാണത്. ഈ സമയം അഥവാ 12:40 മുതൽക്ക് 4 മണി വരെ അല്ലേ, 4 മണി, 12:40 മുതൽ 4 മണി വരെ ഉള്ള സമയത്തിൻ്റെ ഇടയിൽ ഓരോ അടിമകളും അള്ളാഹിനെ വിശ്വസിച്ച ഏക ഇലാഹായി അള്ളാഹുവിനെ അംഗീകരിച്ച ഓരോ മനുഷ്യനും ഒതു ഉണ്ടായില്ലെങ്കിൽ സൗകര്യപ്പെടുന്നത് പോലെ റബ്ബിൻ്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കണം, 4 റക്അത്ത് വണങ്ങണം എന്നത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. എന്തുകൊണ്ട്? നമ്മുടെ ഹൃദയം അള്ളാഹുലുമായിട്ട് നിലയ്ക്കാത്ത ബന്ധമുണ്ടാകണമെന്ന് അള്ളാഹ് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് തന്ന. അതുകൊണ്ടാണ് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, അള്ളാഹുവിലേക്കുള്ള ഒരു യാത്രയാണ് നമസ്കാരം എന്ന് മഹത്തുക്കൾ പറഞ്ഞത്. നമുക്ക് അതിൻ്റെ അർത്ഥം വല്ല മനസ്സിലായി? ഇത് പടച്ചോനുമായിട്ട്, ഈ ലോകത്തിനെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന എൻ്റെ റബ്ബുമായിട്ട് എൻ്റെ മനസ്സിൻ്റെ ഒരു ആത്മാർത്ഥമായ മുറിയാത്ത ബന്ധം സ്ഥാപിക്കാൻ അള്ളാഹു എനിക്ക് തന്ന ഒരു വലിയ അനുഗ്രഹം ആണ് നമസ്കാരം എന്ന് തിരിച്ചറിഞ്ഞാൽ ആ ഒരു ബന്ധം നമ്മൾ കളയോ? നിലനിർത്തുമില്ലേ? പക്ഷെ എന്തായിപ്പോയി? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിപ്പോയി. എന്ന് വെച്ചാൽ അള്ളാഹു നമ്മളുമായിട്ടൊരു കണക്ഷൻ വെച്ചിരിക്കുകയാണ്. എങ്ങനത്തെ കണക്ഷൻ പറയുങ്ങൾ? നിർബന്ധമായ കണക്ഷൻ, നിർബന്ധമായൊരു ബന്ധം. ഈ സമയത്തിൻ്റെ ഉള്ളിൽ മനുഷ്യ, നീ എൻ്റെ മുമ്പിലൊന്ന് നിൽക്കൂ, എൻ്റെ മുമ്പിൽ നീ നിൽക്കൂ, നിന്റെ ആവശ്യങ്ങൾ പറയൂ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നീ പറയൂ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം നീ പറയൂ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം അത് നീ പറയണം. ഒരു ദിവസം 5 പ്രാവശ്യം ഇത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ നമുക്കിതിൻ്റെ സംഗതി ഒന്നും മനസ്സിലായിട്ടില്ല. സൗകര്യപ്പെടുകയാണെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ അതവിടെ കിടക്കട്ടെ. ഇനി വേണമെങ്കിൽ നമുക്ക് ദുഹറും അസറും മഗ്രിബ് ഇഷായും കൂടെ ചേർത്ത് ഇഷ കഴിഞ്ഞിട്ട് നമുക്ക് സൗകര്യം പോലെ അങ്ങോട്ട് തീർക്കാം. അത് അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ആകുന്ന കാണാൻ ഒരു 15 പ്രാവശ്യം അല്ലേ? കണ്ടിട്ടില്ല? ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇശായ്ക്ക് ശേഷം ചില വ്യക്തികളുണ്ട് പള്ളിയിൽ വന്ന് ഇങ്ങനെ കൈ കെട്ടിയിട്ട് ഇതിങ്ങനെ കുനിയുന്നു നിവർന്നു എല്ലാം കൂടെ 5 മിനിറ്റ് കൊണ്ട് അന്നത്തെ മുഴുവൻ പരിപാടിയും തീർത്തിട്ട് ഇതാ കിടക്കണം, വേണമെങ്കിൽ എടുത്തെന്ന് പറയാൻ ഒറ്റ പോക്കാം. പിന്നെ നമുക്ക് നാളെ ഇശാ കഴിഞ്ഞിട്ട് ഇതുപോലെ ഞാൻ വരുന്നുണ്ട്, അന്നേരം വീണ്ടും കാണാം. ഇതാണ് എന്ത്? അങ്ങനെ നിസ്കാരം ഉള്ളവരുടെ കഥ ഞാൻ പറയുന്നത്. ഇതേ വേണ്ടാന്ന് വെച്ചത് ആൾക്കാർ വേറെയുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവുമായുള്ള ബന്ധമാണ്.
മുറിയാത്ത ബന്ധമാണ്, മുറിക്കാൻ പാടില്ലാത്ത ബന്ധമാണ്, ഒരു കാരണവശാലും മുറിക്കാൻ അനുവാദമില്ലാത്ത ബന്ധമാണ് നമസ്കാരത്തിൻ്റെ ബന്ധം. നാം നമ്മെക്കുറിച്ചൊന്ന് ആലോചിക്കുമ്പോൾ, അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ പ്രീതിയുടെ തൃപ്തിയുടെ വഴിയിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നാം നമ്മെക്കുറിച്ചൊന്ന് വിലയിരുത്തുമ്പോൾ നമസ്കാരത്തിൻ്റെ കഥ എന്താണെന്ന് നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കണം. ഇങ്ങനെ നമ്മുടെ അമലുകളാണെങ്കിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങളാണെങ്കിൽ, നമ്മുടെ സാമൂഹിക ബന്ധങ്ങളാണെങ്കിൽ, നമ്മുടെ സാമ്പത്തിക ബന്ധങ്ങളാണെങ്കിലും, കുടുംബ ബന്ധങ്ങളാണെങ്കിലും, ഈ പറഞ്ഞ എല്ലാ ദീനിന് വിശാലമായ ഒരു മേഖലയുണ്ട്. എല്ലായിടത്തേക്കും അത് കയറി വരും. നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് കാര്യമില്ല. ഈ ഏരിയയിലേക്ക് തൽക്കാലം ദീൻ വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ കല്യാണത്തിലേക്കും കയറി വരും, നമ്മുടെ അടുക്കളയിലേക്കും കയറി വരും, നമ്മുടെ ബിസിനസ്സിലേക്കും കയറി വരും, നമ്മുടെ കുടുംബത്തിലേക്കും കയറി വരും. നാം എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം ദീനുണ്ടാവും. എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ നിയമങ്ങളുണ്ടാവും. നാം പോകുന്നിടത്തെല്ലാം അതിൻ്റെ നിയമങ്ങളുണ്ടാവും. അത് കൃത്യമായി പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ്, സാധിക്കുന്നിടത്തോളം പരമാവധി. പക്ഷേ അള്ളാഹു തആല വിലക്കിയ കാര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. സഹോദരങ്ങൾ, അള്ളാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ സ്വീകരിക്കട്ടെ, നല്ലൊരു അമലായി അള്ളാഹു തആല സ്വീകരിക്കട്ടെ, നല്ലൊരു ചിന്തയും ബോധവും അള്ളാഹു തആല നമുക്ക് തരട്ടെ. അള്ളാഹുമായി നമ്മൾക്ക് ഒരു നല്ല ബന്ധം ഈ റമളാനോടുകൂടി അള്ളാഹു തആല തരട്ടെ. അള്ളാഹുമായിട്ട് അടുക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിൻ്റെ ഒന്നാമത്തെ പടിയായിട്ട് സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്തെല്ലാം തരത്തിലുള്ള വീഴ്ചകൾ, അതൊന്നും പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ഒരുപാട് പറഞ്ഞിരിക്കാൻ സമയമില്ല. കാരണം സമയം ഇപ്പോൾ ഇഖാമത്ത് എന്താണ് ഖിയാമുൽ സമയമാവും. അപ്പോൾ പാപങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളൊക്കെ ഒരു പാപത്തിനെ കണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മലയുടെ ചവിട്ടി നിൽക്കുന്ന പോലെയാണ്. നമ്മുടെ തലയിലേക്ക് വന്നൊരു മല വന്ന് വീഴാൻ പോവാണ്. അങ്ങനത്തെ വലിയ അപകടം പിടിച്ച ഒരിടത്ത് പെട്ടുപോയതുപോലെയാണൊരു പാപത്തെ ഞങ്ങൾ കണ്ടിരുന്നത്. ഇന്നത്തെ സമൂഹം പാപത്തെ കാണുന്നത് മൂക്കിൻ്റെ അടുത്തൂടെ ഒരു ഈച്ച പോയതുപോലെയാണ്. ഇങ്ങനെ ഇത്രയേ ഉള്ളൂ, പാപം ഇത്രയേ ഉള്ളൂ. മറ്റേതോ ഡെമോക്ലിസിൻ്റെ വാള് പോലെ തലയ്ക്ക് മേലെ ഒരു മുടിനാരിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന, അല്ലേ? ഡെമോക്ലിസിൻ്റെ വാൾ അങ്ങനെയല്ലേ? തലയ്ക്ക് മേലെ മുടിനാളിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന ഒരു വാള് നേരെ നെറുകന്തലയിൽ വീഴുന്ന തരത്തിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അയാളിങ്ങനെ സിംഹാസനത്തിലെടുത്തിട്ട് മേലോട്ട് നോക്കുമ്പോൾ കാണുന്ന അതാണ്. എത്ര അപകടകരമായ അവസ്ഥയാണ്. ഇതുപോലെയാണ് നമ്മൾ പാപങ്ങളെ കണ്ടിരുന്നത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയണം. ഇന്നത്തെ തലമുറ, എന്ത് തലമുറ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ട ആ കാലഘട്ടത്തിലെ തലമുറ, അവർ ഇത്രയേ ഉള്ളൂ പാപം. ആ ഒരു നിലയിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, നിങ്ങൾ പാപങ്ങളെ ചെറുതായി കാണരുതേ. പാപങ്ങൾ ചെറുതല്ല. കാരണം ആരോടാ ചെയ്തതെന്ന് ആലോചിച്ചാൽ മതി. ആരോടാണ് നമ്മൾ ചെയ്തതെന്ന് ആലോചിച്ചാൽ പാപങ്ങൾ ചെറുതില്ല. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ആലോചിക്കണം. ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, മനഃപൂർവ്വം നമ്മൾ എന്തെല്ലാം കാട്ടിക്കൂട്ടിയിട്ടെന്നുള്ള കാര്യം ആലോചിച്ച് നോക്കി. മനഃപൂർവ്വം എന്തെല്ലാം കാട്ടിക്കൂട്ടി ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെ, അല്ലെങ്കിൽ ചിലപ്പം ദിവസങ്ങൾ പ്ലാൻ ചെയ്ത് പാപം ചെയ്തിട്ടുണ്ടാവും. കൂട്ടായിട്ട് സംഘടിതമായി ചെയ്തിട്ടുണ്ടാവും. പറയാൻ കൊള്ളാത്തത് ചെയ്തിട്ടുണ്ടാവും. മുമ്പൊരാൾ പറഞ്ഞ പോലെ മനുഷ്യന് ജീവിതം ആസ്വദിക്കാം, പക്ഷേ ആസ്വദിക്കുന്ന എന്തായിരിക്കണം? നാലാളോട് പറയാൻ കഴിയുന്ന സാധനമായിരിക്കണം, അല്ലേ? അങ്ങനെയല്ലേ? ഒരു രസം, ഒരു ആസ്വാദനം കിട്ടി. അടുത്ത പെരുന്നാൾ വരാൻ പോവാണ്. പെരുന്നാൾ ഞങ്ങൾ ആഘോഷിച്ചു. എങ്ങനെയാണ് ആഘോഷിച്ചത്? അത് പറയാൻ പറ്റില്ല. എങ്ങനെയുണ്ട്? പെരുന്നാളെ ഞങ്ങൾ ആഘോഷിച്ചു, നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. എങ്ങനെയാണ് ആഘോഷിച്ചതെന്ന് വെച്ചാൽ അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ പേര് ആസ്വാദനമൊന്നല്ല, അത് ആഘോഷമൊന്നല്ല. ഞാൻ ആഘോഷിക്കുകയാണെങ്കിൽ എന്തായിരിക്കണം? എനിക്ക് നഷ്ടമില്ലാത്ത ആഘോഷമായിരിക്കണം ഞാൻ ആഘോഷിച്ചത്. അങ്ങനത്തെ ആഘോഷമാണ് എനിക്ക് പറയാൻ പറ്റില്ലേ? ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചത് ഇങ്ങനെയാണ് എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഇന്ന് നാലാളോട് പറയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ മുഴുവൻ ആഘോഷങ്ങളും, നമ്മുടെ മുഴുവൻ ആസ്വാദനങ്ങളും അങ്ങനെയാണ്. അതാ പറഞ്ഞത്, ബോധപൂർവം വേണമെന്ന് വിചാരിച്ച് തന്നെ, നേരത്തെ തന്നെ കാലേ കൂട്ടി, ഒരു മാസം മുമ്പോ ഒരാഴ്ച മുമ്പോ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് ഗൗരവമായ പാപങ്ങളിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ പാപത്തിൻ്റെ ഭാരങ്ങളൊക്കെ ഇറക്കി വയ്ക്കാൻ തയ്യാറാകണം. അള്ളാഹുവിനെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാകണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ ബോധം നമുക്ക് തരട്ടെ. അള്ളാഹുവിനുള്ള സ്നേഹം അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹുവിനുമായിട്ടുള്ള ഒരു ഇഷ്ടം അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മനസ്സൊന്ന് നന്നാക്കിയിരിക്കുക. സമാധാനത്തിൽ പാപങ്ങളെക്കുറിച്ചെല്ലാം ആലോചിച്ചിരുന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ണുനീരുണ്ട്.
സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്ന് ജീവിതത്തിൽ സംഭവിച്ചു പോയ വീഴ്ചകളെ സംബന്ധിച്ച് ഇങ്ങനെ ആലോചിച്ച് അവസാനം അതിൻ്റെ ഗൗരവങ്ങൾ മനസ്സിൽ വന്നപ്പോൾ കണ്ണൊന്ന് നിറഞ്ഞൊഴുകിയാൽ ദക്കറല്ലാഹ വഫാലത്ത് ഐനാഹു, ദക്കറല്ലാ, അള്ളാഹിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തു, വഫാലത്ത് ഐനാഹു, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഓർത്ത് ഓരോന്നായിട്ട് ഓർത്തിട്ട് അവസാനം ഞാൻ എന്താണ് പകരം ചെയ്തതെന്നും ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലായി. ആ ഗൗരവത്തിൽ കണ്ണൊന്ന് നിറഞ്ഞൊഴുകിയാൽ ആ മനുഷ്യനെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹു തആല അർശിൻ്റെ തണലിൽ പ്രത്യേകമായ സമൂഹത്തോടൊപ്പം ചേർത്ത് അർശിൻ്റെ തണലിൽ ആ മനുഷ്യനെ നിർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ. സ്വന്തം വീഴ്ചകളെക്കുറിച്ചും അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഓർത്ത് ഒരു തുള്ളി കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അർശിൻ്റെ ചുവട്ടിൽ അള്ളാഹു തആല നമ്മളെ ചേർത്ത് നിർത്തുന്ന കാര്യമാണ്. അത്തരത്തിൽ നമുക്കെല്ലാവർക്കും ഒന്ന് മനസ്സുകൊണ്ട് മാറാൻ, നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ പ്രകൃതങ്ങളും നമ്മുടെ ഇടപെടലുകളും എല്ലാം ഒന്ന് മാറ്റണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരു ശ്രമം നടത്താൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നല്ല അടിമകളോടൊപ്പം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തആല നമ്മളെല്ലാവരെയും ജീവിപ്പിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മത്തൻ വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجأة نقمتك وجميع سخطك يا رب العالمين. الله ഞങ്ങളെ എല്ലാവരെയും സ്വീകരിക്കണ പടച്ചോനെ. യാ അല്ലാ, ഈ 27-ാം രാവിലെ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന ഈ കരങ്ങളെ നീ പരിഗണിക്കണേ പടച്ചോനെ. യാ അല്ലാ, നിന്നിലേക്ക് അടുക്കാനുള്ള ഭാഗ്യം എന്താ പടച്ചോനെ. യാ അല്ലാ, നീ കൽപ്പിച്ച കാര്യങ്ങളെ പൂർണ്ണമായി ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗ്യം തരണേ പടച്ചോനെ. തിന്മകളിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കാനുള്ള ഭാഗ്യം തരണേ പടച്ചോനെ. അല്ലാഹു, ഞങ്ങളുടെ ജീവിതത്തിൽ മനഃപൂർവ്വം ഒറ്റയ്ക്ക് കൂട്ടായി ഒരുപാട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട് പടച്ചോനെ. വീഴ്ചകളെല്ലാം ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലാഹുവേ. പടച്ചോനെ, ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാഹുവേ. ഞങ്ങളുടെ പാപങ്ങൾ എത്ര അധികരിച്ചാലും നിൻ്റെ കാരുണ്യവും നിൻ്റെ മഗ്ഫിറത്തും അതിനേക്കാളെല്ലാം വിശാലമാണല്ലോ പടച്ചോനെ. യാ അല്ലാ, നിൻ്റെ വിശാലമായ അനുഗ്രഹം കൊണ്ട്, കാരുണ്യം കൊണ്ട്, മഗ്ഫിറത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പാക്കി തരണേ പടച്ചോനെ. യാ അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പടച്ചോനെ, അവരുടെ കൂട്ടത്തിൽ ഖബറിൽ കഴിയുന്നവരുണ്ട് പടച്ചോനെ, നിന്നിലേക്ക് വന്നവരുണ്ട് പടച്ചോനെ. അവരുടെ അവസ്ഥകൾ അറിയുന്നത് നീ മാത്രമാണ് അല്ലാഹുവേ. പടച്ചോനെ, അവർ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലാഹുവേ. യാ അല്ലാ, നിൻ്റെ തൃപ്തിക്ക് വേണ്ടി രാത്രികാലങ്ങളിൽ ഉറക്കൊഴിഞ്ഞ് ദീർഘമായി നമസ്കരിക്കുന്നതും ദീർഘമായി കരഞ്ഞ് ദുആ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പടച്ചോനെ. യാ അല്ലാ, നിന്നെ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ് പടച്ചോനെ. പക്ഷേ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും. അല്ലാഹുവേ, നീ മാപ്പാക്കി കൊടുക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, ഈ വിശുദ്ധ റമളാനിൻ്റെ ഈ പുണ്യമായ നാളുകളിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അവരെ നീ ഉൾപ്പെടുത്തണേ പടച്ചോനെ. യാ അല്ലാ, അവരുടെ തിന്മകളെയൊക്കെ നീ നന്മകളാക്കി കൊടുക്കണേ പടച്ചോനെ. യാ അല്ലാ, മാതാപിതാക്കൾ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കേണ്ടതുപോലെ, ബഹുമാനിക്കേണ്ടതുപോലെ, ആദരിക്കേണ്ടതുപോലെ, പരിഗണിക്കേണ്ടതുപോലെ എല്ലാം ചെയ്യാൻ ഭാഗ്യം തരണേ പടച്ചോനെ. അല്ലാഹുവേ, അവരുടെ ബലം മനസ്സിലാക്കി തരണേ പടച്ചോനെ. യാ അല്ലാ, അവരെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാതെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഒപ്പം നിർത്തി ഏറ്റവും സന്തോഷത്തോടെ അവർക്കുള്ള പരിചരണങ്ങൾ നൽകാനുള്ള ഭാഗ്യം തരണേ പടച്ചോനെ. യാ അല്ലാ, ഞങ്ങളെ കൊണ്ടവരുടെയൊക്കെ ഒരു വിഷമം ഉണ്ടാകാത്ത രീതിയിൽ നീ കാക്കണേ പടച്ചോനെ. യാ അല്ലാ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. അല്ലാഹുവയുടെ ദുനിയാവിൻ്റെ സന്തോഷം, അവരുടെ ആഖിറത്തിൻ്റെ സന്തോഷം, അവരുടെ ദീനിയായ ജീവിതം, ഇതെല്ലാമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ എല്ലാ തരത്തിലും ഉപകാരമുള്ള മക്കളാക്കി തരണേ പടച്ചോനെ. ദീനിന് ഉപകാരികളാക്കണേ പടച്ചോനെ, ദുനിയാവിന് ഉപകാരികളാക്കണേ പടച്ചോനെ. യാ അല്ലാ, പരലോകത്തിൻ്റെ കാര്യത്തിൽ ഉപകാരികളാക്കണേ പടച്ചോനെ. യാ അല്ലാ, ദീനിയായ നല്ല ഖിദ്മത്തുകളുമായി അവരോടി നടക്കുന്ന നല്ല രംഗങ്ങൾ കാണാനുള്ള ഭാഗ്യം തരണേ പടച്ചോനെ. യാ അല്ലാ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ദീനിയായ അവസ്ഥയിലേക്ക് അവരെ നീ എത്തിച്ചേരണേ പടച്ചോനെ. അതിന് വേണ്ടുന്ന യോഗ്യതകളും കഴിവുകളും എല്ലാം അവർക്ക് കൊടുക്കണേ പടച്ചോനെ. യാ അല്ലാ, ഞങ്ങളുടെ ഭാര്യമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. യാ അല്ലാ, ഞങ്ങൾക്ക് അവർ തരുന്ന പരിഗണനയുടെ ഒരു ചെറിയ അംശമെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള ബോധം തരണേ പടച്ചോനെ. അവരോട് നല്ല നിലയിൽ പെരുമാറാൻ, അവർ നമുക്ക് വേണ്ടി തരുന്ന ഖിദ്മത്തുകൾ, സേവനങ്ങൾ, അതിനുള്ള മതിപ്പോടുകൂടി അവരോട് പെരുമാറാൻ, മനുഷ്യത്വത്തോടുകൂടി അവരോട് പെരുമാറാനുള്ള ഭാഗ്യം തരണേ പടച്ചോനെ. യാ അല്ലാ, അവരെ നീ സന്തോഷിപ്പിക്കണേ പടച്ചോനെ. അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ.
അള്ളാഹുവേ അവർക്ക് എല്ലാ തരത്തിലുള്ള ആഫിയത്ത്, അവരുടെ ശരീരത്തിന്, അവരുടെ എല്ലാ കാര്യത്തിലുള്ള ആഫിയത്ത് നീ നൽകണേ പടച്ചോനെ. യാ അല്ലാ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ വാപ്പ വഴി, ഉമ്മ വഴി, ഭാര്യമാർ വഴിയുള്ള ബന്ധുക്കൾ, അള്ളാഹു അവരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്കെല്ലാം സ്വർഗീയമായ സന്തോഷം നീ കൊടുക്കണേ പടച്ചോനെ. യാ അല്ലാ, സ്വർഗീയമായ അനുഗ്രഹങ്ങളിലേക്ക് അവരെ എത്തിക്കണേ പടച്ചോനെ. യാ അല്ലാ, ഞങ്ങളെല്ലാവരും നീ അനുഗ്രഹിക്കണേ അള്ളാഹുവേ. അള്ളാഹുവേ, നിന്നെ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. നിൻ്റെ നല്ല അടിമകളുടെ സ്വഭാവം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട് പടച്ചവനെ. നിനക്കിഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല പടച്ചവനെ. മാനുഷികമായ ഓരോരോ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോവാണ് പടച്ചവനെ. യാ അല്ലാ, ഞങ്ങളുടെ നാക്കുകളെ നന്നാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ കർമ്മങ്ങളെ നന്നാക്കണേ പടച്ചവനെ. യാ അല്ലാ, ഞങ്ങളുടെ ചിന്തകളെ നന്നാക്കണേ പടച്ചവനെ. യാ അല്ലാ, എല്ലാ അർത്ഥത്തിലും നല്ല മുസ്ലിമായി നിനക്ക് ഇഷ്ടപ്പെട്ട നിൻ്റെ നല്ലൊരു അടിമയായി ജീവിക്കാൻ അതിന് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. യാ അല്ലാ, ഞങ്ങളെ എല്ലാവരെയും പരലോകത്തെ വിജയികൾ ഉൾപ്പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് ഞങ്ങൾ യാത്രയാകുന്ന ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷത്തിൻ്റെ ദിവസമാക്കി തരണേ അല്ലാ. പടച്ചവനെ, നിനക്ക് ഞങ്ങളോട് ഏറ്റവും സ്നേഹം തോന്നുന്ന സമയത്ത് അല്ലാഹുവേ നീ ഞങ്ങളെ തിരിച്ചു വിളിക്കണേ പടച്ചവനെ. യാ അല്ലാ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലിൽ ഞങ്ങൾ കഴിയുന്ന സമയത്ത് അല്ലാഹുവേ നീ ഞങ്ങളെ തിരിച്ചു വിളിക്കണേ പടച്ചവനെ. യാ അല്ലാ, പരലോക ജീവിതം സന്തോഷമാക്കണേ അല്ലാ. പടച്ചവനെ, ഖബർ മുതലുള്ള ജീവിതം സന്തോഷമാക്കണേ പടച്ചവനെ. യാ അല്ലാ, ഖബർ ശിക്ഷയിൽ അകപ്പെടാതെ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നിനക്ക് ഏറ്റവും ഞങ്ങളോട് ഇഷ്ടമുള്ള സമയത്ത് മാത്രം ഞങ്ങളെ തിരിച്ചു വിളിക്കണേ പടച്ചവനെ. യാ അല്ലാ, ജീവിതത്തിലെ അവസാന സമയം ഏറ്റവും സന്തോഷമുള്ള സമയമാക്കി പടച്ചവനെ. നരകശിക്ഷയിൽ നിന്ന് കാക്ക് പടച്ചവനെ. യാ അല്ലാ, പരലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. യാ അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും ഞങ്ങളുടെ ഉസ്താദന്മാർ, ഞങ്ങളുടെ മശായിഖ്മാർ, ഞങ്ങൾക്ക് ഏതെല്ലാം തരത്തിൽ ദീനിയായി സഹായികളായവർ, ഞങ്ങൾക്ക് ദുനിയാവിയായ സഹായികളായവർ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളവർ, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞങ്ങളെ പരിഹരിക്കാൻ വേണ്ടി സഹായിച്ചവർ, ഇങ്ങനെ ഒരുപാട് ഞങ്ങൾക്ക് ബാധ്യതയുള്ള അനേകം മനുഷ്യർ അല്ലാഹുവേ നിൻ്റെ കാരുണ്യം, നിൻ്റെ സ്നേഹം, നിൻ്റെ കരുതൽ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാഹുവേ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണേ പടച്ചവനെ. യാ അല്ലാ, ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ മസ്ജിദ് സ്ഥാപിച്ച ബഹുമാനപ്പെട്ട മർഹൂം ഇബ്രാഹിം ഹാജി അവർകളെ നീ സന്തോഷിപ്പിക്കണ പടച്ചവനെ. യാ അല്ലാ, ആ മനുഷ്യൻ എത്ര വലിയ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നോ അതിൻ്റെ മേലേക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും, അദ്ദേഹം ബാക്കിയാക്കി പോയ എല്ലാ കാര്യങ്ങളും നീ എത്തിക്കണ പടച്ചവനെ. അദ്ദേഹത്തിൻ്റെ ഈ മസ്ജിദ്, അദ്ദേഹം മഞ്ചേരിയിൽ സ്ഥാപിച്ച നജ്മുൽ ഹുദ മദ്രസ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ അനേകം ദീനിയായ സംരംഭങ്ങളെല്ലാം ഏറ്റവും നല്ല നിലയിൽ നീ നിലനിർത്തണേ പടച്ചവനെ. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് എല്ലാവിധ തൗഫീഖ് നീ കൊടുക്കണേ പടച്ചവനെ. അവർ തമ്മിൽ പരസ്പര സ്നേഹവും ഐക്യവും എല്ലാം നീ നൽകണേ പടച്ചവനെ. ദീനിൻ്റെ മാർഗ്ഗത്തിൽ അദ്ദേഹം തുടങ്ങി വെച്ചെല്ലാം തുടരാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി അവർകളെ നീ സന്തോഷിപ്പിക്കണേ പടച്ചവനെ. യാ അല്ലാ, ഞങ്ങൾക്ക് ദീനീ മാർഗ്ഗത്തിൽ വഴികാട്ടികളായ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖീസിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.